വളരെ യാഥാസ്ഥിതിക കത്തോലിക്ക ഫാമിലി ആയിരുന്നു. വളരെ നിർബന്ധങ്ങളുള്ള, പ്രാർത്ഥനയൊക്കെ വളരെ 5 നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്ന തരം കുടുംബമായിരുന്നു. ഉറക്കെ സംസാരിക്കാൻ പാടില്ല പറയും, പ്രത്യേകിച്ചും മുതിർന്നവരുടെ മുമ്പിൽ. അമ്മാമ്മയോട്, അപ്പനോട്, ഇളയപ്പനോട്, വല്യമ്മയോട്, എൻ്റെ അമ്മോട് 4 പേരോട് ഉറക്ക പറയാൻ പാടില്ല. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. കാരണം എൻ്റെ സങ്കല്പത്തിലെ നായകന്മാര്, പുരുഷന്മാരെന്ന് പറഞ്ഞാൽ രാജ് കപൂർ, അങ്ങനെയൊക്കെയുള്ള ആ പാട്ടുകള്, അവരുടെ രീതികള്, അവരുടെ ആക്ഷൻസ്, അവരുടെ ഉടുപ്പ്, നടത്തം, അതൊക്കെയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ റഫ് ആയിട്ടുള്ള കർഷകൻ എന്തത് ജീവിതത്തിന് നേരെ നേരെ ഒരു വെട്ട് 2 മുറി എന്ന് പറയുന്ന തരം. പിന്നെ പരുഷമായിട്ടുള്ള ജീവിതം യാഥാർത്ഥ്യങ്ങളോടല്ല ഏറ്റുമുട്ടണേ. മനുഷ്യരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളോടാണല്ലോ ഇദ്ദേഹത്തിന്. രാജ് കപൂർ ആവാൻ പറ്റില്ലല്ലോ. അവിടെ എനിക്ക് കണ്ടെത്താൻ പറ്റിയ 2 പുസ്തകങ്ങള്. ഒന്ന് ബൈബിള്, സ്വാഭാവികം. പിന്നെ കുറെ ടെക്സ്റ്റ് ബുക്കുകള്. പിന്നെ കണ്ടത് കാമശാസ്ത്രത്തിന്റെ മറിഞ്ഞുപോയ കുറെ നീ നല്ല ക്രിസ്ത്യാനി ആവാനാണോ നല്ല എഴുത്തുകാരി ആവാനാണോ തീരുമാനിച്ചേക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നല്ല എഴുത്തുകാരിയായി മതി എന്ന് പറഞ്ഞു. എന്നാ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. തൂലികാനാമത്തോട് എനിക്ക് ഭയങ്കര ഭ്രമായിരുന്നു. ഉറൂബ് എന്നൊക്കെ എന്തൊരു പേരാണിത്. അതുപോലെ പല തൂലികാനാമങ്ങളും. അപ്പം ഞാൻ തീരുമാനിച്ചു. പിന്നെ എനിക്ക് സാറ എന്നുള്ള പേര് പോരാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പേര് അല്ലേ, ആര് ശ്രദ്ധിക്കാനോ ഈ ഒരു പേര്. പിന്നെ റകാരം, അതൊക്കെ കൊണ്ട് എന്താ ഇപ്പം ഇതിനെ ചെയ്യാന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കാർത്തിക എന്ന് പറയുന്ന തൂലികാനാമം സ്വീകരിച്ചു. അത് കാർത്തിക പേര് കോമൺ ആണ്? അല്ല, കാർത്തിക എൻ്റെ നാളാണ്. TTCക്ക് പഠിക്കുമ്പോൾ ഗീതമോളെ പ്രഗ്നന്റ് ആയിരുന്നു, മൂത്ത മകളെ. അവളെ പ്രഗ്നന്റ് ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ അവളെ പ്രസവിച്ച് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും പഠിക്കാൻ വന്നത്. MAക്ക് പഠിക്കുമ്പോൾ സംഗീത പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വലിയ വയറും വെച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോണത്. അപ്പോ കമന്റുകൾ ഇങ്ങനെ വരും, ഈ ചേച്ചി ഏത് പരീക്ഷ ആദ്യം എഴുതുക. ഇപ്പോഴും ഞാൻ ഓർക്കേണ്ടത്. പിന്നെ പൊളിറ്റിക്കലാണ് ആ നാട്, നമുക്കറിയാലോ. ഇടതുപക്ഷത്തിന്റെ ഒരു ചെങ്കോട്ട എന്നൊന്നും പറഞ്ഞാൽ പോരാ, ചെങ്കോട്ട എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സ്ഥലം. അതിൻ്റെ അവബോധം, തിരിച്ചറിവ്. അപ്പം അതിനാൽ മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൻ്റെ പാരമ്പര്യം പട്ടാമ്പി കോളേജിനുണ്ടായിരുന്നു. അവിടെ അസംതൃപ്തരാണ് ഈ വിപ്ലവമായിട്ട് പുതിയ വേറെ കൂടുതൽ ശരിയായ ഒരു ഇടതുപക്ഷം നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ഇത് രണ്ടും നമുക്ക് എന്താ പറയുക, ഒന്നൊന്നിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് കാണേണ്ടതുണ്ട്. 80 വയസ്സെന്ന് പറയുമ്പോ സാറ് ടീച്ചർക്ക് വിശ്വസിക്കാനുള്ള ഒരു അടുത്ത വർഷം 46 ടീച്ചർ ഒരു വലിയ കാലം ഇങ്ങനെ മുന്നില് നമ്മളിങ്ങനെ കാണുക. അതിൽ എഴുത്തുണ്ട്, ടീച്ചറിൻ്റെ പലതരം മാറി മറിഞ്ഞ കാഴ്ചപ്പാടുകൾ മാറിപ്പോയിട്ടുള്ള, നവീകരിക്കപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു വലിയ കാലം മുമ്പിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ടീച്ചറുടെ എഴുത്തുകളിലുമൊക്കെ നമുക്ക് ഈ കാലം കാണാൻ പറ്റും. സത്യത്തിൽ പലതരത്തിലുള്ള ദേശങ്ങൾ, പലതരത്തിലുള്ള കാലങ്ങൾ, ഈ പറയുന്ന ആളുകളുടെ മനോഭാവങ്ങൾ, മനുഷ്യർ, പ്രകൃതി, ഇതെല്ലാം വരുന്ന എഴുത്തുകളുണ്ട്. ടീച്ചർ സ്വയമേവയും ചുറ്റുമുള്ള മനുഷ്യരെയും ഒക്കെ ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എഴുത്ത് ജീവിതത്തിലും അല്ലാത്ത ജീവിതത്തിലൊക്കെ നിന്നിട്ടുള്ളത്. ഈ കാലത്തിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഒരു നീണ്ട കാലം എന്ന് പറയുമ്പോൾ? അതെ, ഒരു നീണ്ട കാലമാണത്. എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയും പിന്നെ ഉറച്ചു പോയിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും പുതുക്കി ഒഴുകുന്ന ഒരു നദി പോലെയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ കണ്ട് തന്നെ നമ്മളെ പുതുക്കേണ്ടതുണ്ട്. അത് ബോധപൂർവം ചെയ്യേണ്ട സംഗതികളുണ്ട്, അറിയാതെ സംഭവിച്ചു പോകുന്നതുണ്ട്. മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ ആ മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുക, മാറ്റത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുക, മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുക, എഴുതുക, വായിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ എഴുത്തിൽ നോക്കിയാലും ഇപ്പോൾ ആദ്യകാലത്തിലുള്ള എഴുത്തുള്ള പോലെയൊന്നുമല്ല, പിന്നീട് അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് വളർച്ച എന്നല്ല ഞാൻ പറയണേ, നമ്മൾ ജീവിക്കുന്ന ലോകത്തെയും സമൂഹത്തെയും അറിയാണ്.
അപ്പം അറിയുന്തോറും നമുക്കുണ്ടാകുന്ന ആ മാറ്റങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നേരത്തെ ശരിയാന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ ഇളകും. അതൊക്കെ ഇളകുമ്പോൾ പിന്നെ എന്തെന്നുള്ളത് ഒരു അന്വേഷണമാണ്. അതേപോലെ നമ്മൾ കണ്ടെത്തിയാൽ അതിലേക്കുള്ളൊരു യാത്രയുമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എഴുത്തിലായാലും എൻ്റെ എന്താ പറയുക, വിശ്വാസ പ്രമാണങ്ങളിലായാലും അതേപോലെ തന്നെ ജീവിത വീക്ഷണത്തിലായാലും ഈ കാലയളവിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ എന്നെ തന്നെ പുതുക്കിയ കുറേയധികം സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. നേരത്തെ ഞാൻ വിചാരിച്ചിരുന്ന പോലെ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമല്ലോ നമുക്ക്. ആ തിരിച്ചറിവ് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അതിന് നമ്മളെ സഹായിച്ചുള്ളത് തീർച്ചയായിട്ടും വായനയും അതുപോലെ തന്നെ ഈ ഉള്ളവരെ കേൾക്കലും. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഒരുപക്ഷെ ഈ നമ്മളെ ഇടപെടുന്ന മനുഷ്യരിൽ നിന്ന് ആർജിച്ച കുറേയധികം അത് അടിത്തട്ടിലുള്ള അടിസ്ഥാന ജീവിതങ്ങൾ, അതുപോലെ തന്നെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ജീവിതങ്ങൾ, അവരിൽ നിന്നൊക്കെ ആർജിച്ചുള്ള കുറേ അറിവുകളുണ്ട്, ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രത്യേക ഇടത്തിൽ നിൽക്കല്ല ചെയ്തിട്ടുള്ളത്. കെട്ടി നിൽക്കരുത് എന്നാണ്. ഒരു വിശ്വാസ പ്രമാണവും കെട്ടി നിൽക്കാൻ പാടില്ല. കാരണം നമ്മൾ ശാശ്വതം എന്ന് പറയുന്ന മൂല്യങ്ങൾ പിന്നീട് വരുമ്പോൾ നമുക്ക് മാറിയിട്ട് അതെ അങ്ങനെ കാണണം, മൂല്യങ്ങൾ മാറിപ്പോകുന്നു. അപ്പം നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ജീവിതത്തിൻ്റെയും അറിവിൻ്റെയും അതുപോലെ പലതരത്തിലുള്ള ശാസ്ത്ര പുരോഗതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരിയാണെന്ന് വിശ്വസിച്ച് കൊണ്ടുവരുന്ന വിശ്വാസ പ്രമാണങ്ങളൊക്കെ പൊളിഞ്ഞു പാളീസായി പോകും. അപ്പോൾ പുതിയത് നമ്മൾ കണ്ടെത്തും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പുതിയ ഒന്നിനെ നിർമ്മിക്കാനായിരിക്കണം. ആ പുതിയ ഒന്ന് നേരത്തെ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതും ആയിരിക്കണം. ടീച്ചറിന്റെ ഒരു എഴുത്ത് ജീവിതം തുടങ്ങുന്ന കാലത്ത് ഉണ്ടായിരുന്ന ടീച്ചറിൽ നിന്ന് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഭീകരമായിട്ടുള്ള വ്യത്യാസം ടീച്ചർക്കും തോന്നുന്നുണ്ട്, നമുക്കും വായനക്കാർ എന്നുള്ള രീതിയിലും ഉള്ള ആളുകൾക്ക് എവിഡന്റ് ആണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അതിനകത്ത് എഴുതി തുടങ്ങുന്ന കാലത്ത് ടീച്ചർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും എഴുത്ത് തുടങ്ങാനുള്ള ഒരു അന്തരീക്ഷം ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് എഴുത്തിലേക്ക് വന്ന ഒരാളാണ്. അന്ന് മതവിശ്വാസം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷവും പരിസരവുമായിരുന്നു. അവിടെ നിന്നൊക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന്, പക്ഷെ അന്നും അതിൽ നിന്നുകൊണ്ടുള്ള എഴുത്തുകളും ടീച്ചർക്ക് സാധ്യമായിരുന്നു. സ്ത്രീ എന്നുള്ള രീതിയിൽ ടീച്ചർക്ക് സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങൾ. അപ്പോൾ തുടക്കകാലത്ത് ഇതിനെല്ലാം ഇപ്പോൾ ടീച്ചറിന്റെ കഥകളിലൊക്കെ ഇപ്പോൾ ആലാഹയാണ് ടീച്ചറിന്റെ ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള, അതിനകത്തെ ആനി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്. അവർ വലുതാവുന്നില്ല. അവർ ആ പ്രായത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ മുഴുവൻ കാലത്തിൽ കൂടെയും അതേ പ്രായത്തിൽ നോക്കി കാണുന്ന ഒരു കുട്ടിയും കൂടിയിട്ടാണ്. ടീച്ചറിന്റെ കുട്ടിക്കാലം, ടീച്ചർ കണ്ടിട്ടുള്ള പരിസരങ്ങൾ, എഴുത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്, അന്നത്തെ വിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു? വായനയാണ് അതിനെന്നെ എഴുതാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചത് 46-ലാണ്. 46 എന്ന് പറയാൻ വേണമെങ്കിൽ അത് പിന്നെ നമുക്ക് ഒഫീഷ്യൽ ഇത് തന്നെ എടുക്കാം. അപ്പം 46 ജനിച്ചൊരു കുട്ടിയുടെ ബാല്യം എന്ന് പറയുന്നത് ഒരു 50കളിലൊക്കെയാണ്. സ്കൂളിൽ പോവുകയും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയം. എനിക്ക് വീട്ടിലെ വായിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ വരുമായിരുന്നു. എൻ്റെ ഫാദർ നന്നായിട്ട് വായിക്കുമായിരുന്നു, വീട്ടിലുള്ളവർ വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വായിക്കുന്നു. ആ വായനയിൽ പ്രത്യേകിച്ച് എൻ്റെ അപ്പന് ഏറ്റവും ഇഷ്ടം ക്ലാസിക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ പുസ്തകങ്ങൾ കുറേ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് റഷ്യൻ പുസ്തകങ്ങളായാലും അതുപോലെ ടോം സോയറൊക്കെ ഞാൻ അന്നേ തന്നെ അന്നൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പൻ. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ വായന നമ്മുടെ ഉള്ളിലുണ്ടാക്കിയ ഒരു വലിയ ലോകമുണ്ട്. ആ ലോകം നമ്മളെ സ്വാഭാവികമായിട്ടും എഴുത്തിലേക്ക് നയിക്കും. കാരണം വാക്കുകളോടും അതുപോലെ തന്നെ എഴുത്തിനോടൊക്കെയുള്ളൊരു വല്ലാത്ത അടുപ്പം. പിന്നെ ആ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളുടെ പോലെയല്ല. യാതൊരു തരത്തിലുള്ള വിനോദ പരിപാടികൾക്കും ഇടയില്ലാത്ത കുട്ടിക്കാലമാണ്. വായനയെ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ നാടകം അതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ടെലിവിഷനൊന്നും ഇല്ല. പിന്നെയുള്ള നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ ആണ്. അപ്പോൾ റേഡിയോയും പുസ്തകങ്ങളുമാണ് നമ്മുടെയൊക്കെ ഒരു ബാല്യത്തിൽ നമ്മളെ തീരുമാനിച്ചത്, നമ്മളെന്താവണമെന്ന് തീരുമാനിച്ചത്. റേഡിയോ നിരന്തരം രാവിലെ അമ്മ അടുക്കളയിലേക്ക് പോകുമ്പോൾ അമ്മ ഓൺ ചെയ്ത് വെക്കും, രാത്രി കിടക്കുമ്പോൾ ഓഫാക്കിയാലായി, അങ്ങനെയുള്ളൂ. അപ്പോൾ ആ റേഡിയോ അങ്ങനെ കേൾക്കുന്നു, ധാരാളമായിട്ട് വായിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നു. പത്രം ഇഷ്ടമുണ്ടായിരുന്നില്ല വായിക്കാനായിട്ട്, പക്ഷെ അപ്പൻ പറയും പത്രം വായിക്കണം. പത്രം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ മാതൃഭൂമി പത്രം അവിടെ സ്ഥിരം ഉണ്ടായിരുന്നു. പിന്നെ
തൃശ്ശൂർ മാത്രം ഉണ്ടായിരുന്ന ഒരു എക്സ്പ്രസ് പത്രമുണ്ട്, അതുണ്ടായിരുന്നു. തൊഴിലാളി എന്ന് പറയുന്നൊരു ഈ മൂന്നും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇലസ്ട്രേറ്റഡ് വീക്കിലി അവിടെ വന്നിരുന്നു. ഹിന്ദു കണ്ടതായിട്ട് ഞാൻ ഓർക്കണില്ല, വീട്ടില് കണ്ടതായിട്ട് ഞാൻ ഓർക്കണില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തൊഴിലാളിയൊക്കെ, പിന്നെ ഈ പൊളിറ്റിക്കൽ സറ്റയറുകൾ അപ്പനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കുറെ സരസൻ, പിന്നെ എന്താ എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, അങ്ങനത്തെ നർമ്മദ, സരസൻ എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു. ഈ വീക്കിലി മാസികകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചന്ദാമാമ സീരീസിൽ അമ്പിളി അമ്മാവൻ വീട്ടിൽ വരുമായിരുന്നു. അപ്പൊ വായിക്കാൻ ഇഷ്ടം പോലെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, വായിച്ചിരുന്നു. പിന്നെ അപ്പൊ വായിക്കുമ്പോൾ നമുക്ക് എഴുതാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, അപ്പോൾ എഴുതുക എന്നുള്ളതാണ്. പക്ഷെ എഴുതാനുള്ള ഒരു ചെറിയ എന്തോ ഒന്ന് തലമുറകളിൽ എവിടെയോ കിടക്കുണ്ടാവണം. കാരണം എൻ്റെ അപ്പൻ്റെ അനിയൻ ഒരുപക്ഷെ ആലാഹയിലെ കുട്ടിപ്പാപ്പൻ പ്രതിനിധീകരിക്കുന്നത് അദ്ദേഹത്തെയാണ്. പാപ്പൻ ചെറിയ കവിതകളൊക്കെ എഴുതും, ചെറിയ ചെറിയ പാട്ടുകളൊക്കെ എഴുതും. അത് പള്ളിക്ക് വേണ്ടിയാ, മനസ്സിലായില്ലേ? പള്ളിയിൽ ഹാർമോണിയം വായിക്കും, പല പല ഉപകരണങ്ങൾ വായിക്കും. അപ്പൊ പള്ളിയിൽ പാടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില പാട്ടുകളൊക്കെ എഴുതും. എന്നിട്ട് അത് സ്വയം ട്യൂൺ ചെയ്യും. എന്നിട്ട് ഇതൊക്കെ ഈ ഇൻസ്ട്രുമെന്റിലൊക്കെ വായിക്കും, പള്ളിയിൽ അത് പോയി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ പള്ളി ഭയങ്കര നിർബന്ധമായിരുന്നു. എൻ്റെ കുട്ടിക്കാലം പറഞ്ഞാൽ ഞങ്ങളൊരു വളരെ യാഥാസ്ഥിതിക കത്തോലിക്ക ഫാമിലി ആയിരുന്നു. വളരെ നിർബന്ധങ്ങളുള്ള, പ്രാർത്ഥനയൊക്കെ വളരെ 5 നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്ന തരം കുടുംബമായിരുന്നു. അപ്പോൾ വളരെ യാഥാസ്ഥിതികം. എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, പള്ളി അടുത്താണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. ഞായറാഴ്ചകൾ മുടങ്ങാനും പാടില്ല. വെള്ളിയാഴ്ച തോറും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ ഈ ഒക്ടോബർ മാസങ്ങളിലൊക്കെ കൊന്ത എന്നുള്ള ഒരു മന്ത് മുഴുവനും സ്കൂളിലേക്ക് പോകുമ്പോൾ പള്ളിയിൽ കയറി ഒരു കൊന്ത ചൊല്ലണം, തിരിച്ചു വരുമ്പോൾ ഒരു കൊന്ത ചൊല്ലണം. അങ്ങനെയൊക്കെയുള്ള മതപരമായിട്ട് വളർത്തപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടിയായിരിക്കും, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കത്തോലിക്ക പെൺകുട്ടികളുടെ ആഗ്രഹം കന്യാസ്ത്രീ ആവാനാവും. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഭക്തിമാർഗത്തിൽ തിരിയാണല്ലോ, അപ്പോൾ ഭയങ്കര ഭക്തിയാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി അത് റൊമാൻറ്റിക് ആയിരുന്നു. കാരണം വെച്ചാൽ പള്ളിയുടെ അന്തരീക്ഷം, അതിൻ്റെ മണം, പ്രത്യേകിച്ച് കുർബാനയൊക്കെ കഴിഞ്ഞ ആളുകൾ പോയാലും കുറച്ച് നേരം അവിടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പള്ളി ഒഴിഞ്ഞ് ശൂന്യമായ പള്ളി, അതിൻ്റെ ഒരു നിശബ്ദത, അതുപോലെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന മെഴുകുതിരി, കുന്തിരിക്കത്തിൻ്റെ മണം, അങ്ങനെയൊക്കെ അതിനെ കുറച്ചും കൂടി ഒരു കാൽപ്പനിക ഭംഗിയിൽ കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നു. അന്ന് ക്രിസ്തുവിനെ എങ്ങനെയാണ്ടിരുന്നത്? അന്ന് ക്രിസ്തു, എനിക്ക് സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, വളരെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പള്ളി ജീവിതം, നമ്മുടെ പൊതുവെ നമ്മൾ കാണുന്ന പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് ജീവിതം എങ്ങനെ, ക്രിസ്തു പറഞ്ഞത് എന്ത്, ഈ സംശയങ്ങൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉണ്ട്. ഇപ്പൊ കറ എന്ന് പറഞ്ഞ നോവൽ ഞാൻ എഴുതാനുള്ള കാരണം ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി എന്ന് പറയുന്ന അതിലൊരു അനീതി ഒന്ന് തിരിഞ്ഞു നോക്കിയതിന്റെ പേരിൽ എന്തിനാണ് ഒരു സ്ത്രീ, ഒരു അമ്മ ഉപ്പുതൂണായി മാറിയത്, എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ശിക്ഷിച്ചത്? അത് അന്നേ ഉള്ള ഒരു ചോദ്യമാണ്, വളരെ കുട്ടിയിലേ ഉള്ള ചോദ്യമാണ്. അപ്പൊ ആ ഒരു ചോദ്യം അത്ഭുതകരമായിട്ട് ഇപ്പോൾ അതൊരു നോവലായിട്ട് ഞാൻ എഴുതുകയാണ്. ആ ചോദ്യമാണ് നോവലായിട്ട് മാറുന്നത്. അതെ അതെ അതെ, കിടന്നിട്ടുണ്ടാവണം. കാരണം പഴയ നിയമം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. പിന്നെ അതിലെ കഥകളൊക്കെ തന്നെ. പിന്നെ വേറൊന്ന്, പഴയ നിയമം ബൈബിള് എന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് പഴയ നിയമം വായിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പുതിയ നിയമമാണ് വായിക്കേണ്ടത്. വീട്ടിൽ വായിക്കുന്നു അതാണ്, പള്ളിയിൽ വായിക്കുന്നത് അതാണ്. പഴയ നിയമം കുട്ടികൾ വായിക്കേണ്ട പറയും. കാരണം പഴയ നിയമത്തിലുള്ളത് മനുഷ്യ സമൂഹത്തിൻ്റെ തുടക്കവും അത് ഗോത്ര ജീവിതവും അതുപോലെ തന്നെ വളരെ എന്താ പറയുക, ഇന്നുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ലൈംഗിക ജീവിതമൊക്കെ ഉള്ളതാണ്. അതുപോലെ കൊലപാതകങ്ങൾ, ശത്രുത, അതുപോലെ തന്നെ വെട്ടിപ്പിടിക്കലുകൾ, പലായനങ്ങൾ, ഇതൊക്കെ ഉള്ളതാണ്. അപ്പം ഇന്നത്തെ വാല്യൂസ് വെച്ചിട്ട് അതിനെ വിലയിരുത്തിയാൽ എല്ലാം അനീതിയാണ്. മനസ്സിലായി? അന്നാണ് അത് പ്രസക്തമാവുന്നുള്ളൂ. ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞത്, നിങ്ങൾ കാനാൻ ദേശത്തേക്ക് പോയിട്ട് അവിടെയുള്ള ആളുകളെ മുഴുവനും കൊന്നൊടുക്കിയിട്ട് അവരുടെ ലാൻഡ് നിങ്ങൾ സ്വന്താക്കുക. ഞങ്ങളുടെ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പോണത്. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഇപ്പോൾ പലസ്തീനിലും പലസ്തീനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവം പറഞ്ഞു, അപ്പൊ അവരുടെ ദൈവോ? അതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ ചെന്നിട്ട് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു വാചകം ഇതാണ്: നിങ്ങൾ നട്ടു നനച്ചിട്ടില്ലാത്ത വൃക്ഷത്തിന്റെ ഫലം തിന്ന്
നിങ്ങൾ കെട്ടിപ്പടുത്തിട്ടില്ലാത്ത നഗരത്തിൽ നിങ്ങൾ സുഖമായി ഇരിക്കുക, കാരണം ഇത് ഞാനാണ് നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു, യഹോവ നിങ്ങളുടെ ദൈവമാകുന്നു. അപ്പൊ അതിനനുസരിച്ച് അവർ പോകുന്നു, അവിടെ ഉണ്ടാകുന്ന ആദിമഗോത്രത്തിലുള്ളവരെ മുഴുവൻ നശിപ്പിക്കുന്നു, കയ്യൂക്കുള്ള ഒരു കാര്യക്കാരായി മാറുന്നു, പിടിച്ചടക്കുന്നു. അതാണ്. അപ്പൊ ഇതിലെ ഒരു ഇന്നത്തെ മൂല്യവ്യവസ്ഥ വെച്ചിട്ട് അത് നമുക്ക് സംശയങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കും, അതുപോലെ എല്ലാം തന്നെ അതുകൊണ്ടായിരിക്കണം പഴയ നിയമം വായിക്കാനുള്ള ഒരു അനുവാദം ഇല്ലാതിരുന്നത്. പക്ഷെ എനിക്ക് അതൊരു സാഹിത്യ പുസ്തകമായിരുന്നു. ഒരുപാട് കഥകള് വായിക്കുന്ന സമയത്തുണ്ട്. കാരണം നിത്യവായനയാണ് ബൈബിള് വീട്ടിലെ, പുതിയ നിയമം. അപ്പൊ പഴയ നിയമം സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൽ കഥകൾ കാണുമ്പോൾ വലിയ സന്തോഷം. ഒരു അബ്രഹാമിൻ്റെ കഥ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കഥ, അപ്പോൾ പിന്നെ മുടിരായ പുത്രൻ്റെ കഥ. അപ്പോൾ ഈ കഥകൾ കാണുമ്പോൾ, യോബിൻ്റെ വിലാപം, അതൊക്കെ കാണുമ്പോൾ അത് വായിക്കാനുള്ള ഒരു ആവേശം ഉണ്ടായിരുന്നു. അത് വളരെയധികം ഞാൻ വായിച്ചിരുന്നു. ഇങ്ങനെയുള്ള വായനകളാണ് സത്യത്തിൽ. ഈ സംശയങ്ങളൊക്കെ തോന്നുന്ന സമയത്തെ ആരുടെ അടുത്താ നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല? ചോദിക്കാൻ പാടില്ല. ഒരു സംശയവും പള്ളിയിലോ വീട്ടിലോ ചോദിക്കാൻ പാടില്ല. കാരണം ദൈവം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. വിശ്വസിക്കുക എന്നുള്ളതാണ്, വിശ്വാസ പ്രമാണമാണ് നമ്മൾ പള്ളിയിൽ ചെല്ലുന്ന ഒരു പ്രാർത്ഥന. ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. അതിന്റെ അപ്പുറത്ത് അതെല്ലാ വിശ്വാസങ്ങൾക്കും അങ്ങനെ തന്നെയാണല്ലോ. ചോദ്യങ്ങളില്ലാതെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യങ്ങൾ അനുവദനീയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു. അതാണ് സംഭവിച്ചത്. ടീച്ചർ എപ്പോഴും വാക്കുകളെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ടീച്ചറിന്റെ എഴുത്തിലും ഉണ്ട് വാക്കുകളോടുള്ള ഒരു ഭയങ്കരമായ പ്രേമം നമുക്ക് ഫീൽ ചെയ്യും. വാക്കുകൾ കോയിൻ ചെയ്യുന്നത് മാത്രമല്ല, വാക്കുകളാണ് അതിന്റെ അർത്ഥത്തെ നിർമ്മിക്കുന്നത് പോലും വാക്കുകളാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞു വെച്ചിട്ടും ഉണ്ട്. വാചകങ്ങളെക്കാൾ വാക്കുകൾ നമ്മൾ അത് ടീച്ചറിന്റെ എഴുത്തില് തെരഞ്ഞെടുക്കുന്ന വാക്കുകളാണോ? ഇങ്ങനെ തിരുത്തിയും ഒക്കെ ടീച്ചർ അങ്ങനെയാണോ വാക്കുകളെ കാണുന്നത്? വാക്കുകള് പറഞ്ഞാൽ എനിക്ക് അത്രയധികം വാക്കുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പൊ എഴുതുമ്പോൾ വാക്കുകളുടെ പര്യാപ്തത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാല് വാക്കുകൾ സ്വയമേവ എഴുതുമ്പോൾ വരും. അത് നമ്മുടെ കാഴ്ചപ്പാടാന്ന് തോന്നുന്നു. വാക്കുകൾ വരുന്നത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ വരുന്ന വാക്കുകളെ കൂടുതൽ ഭംഗിപ്പെടുത്താൻ ചിലപ്പോൾ റീറൈറ്റ് ചെയ്യുമ്പോൾ ഒരു വാക്കിന് പകരം വേറൊരു വാക്ക് വെച്ചിട്ട് ഭംഗിപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ വായനയാണ് നമുക്ക് മനോഹരമായ വാക്കുകളോടുള്ളൊരു ഒരു കൗതുകമൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ പിന്നെ സാധാരണ ഇപ്പോൾ ഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് പല രൂപങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്, ഒഫീഷ്യലായിട്ടുള്ള ഭാഷയുണ്ട്. അപ്പോൾ ഓഫീസിൽ സംസാരിക്കുന്ന ഭാഷ നമ്മൾ വീട്ടിൽ പറയില്ല, വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ ഓഫീസിലും പറയില്ല. ഇത് രണ്ടുമല്ല സാഹിത്യ ഭാഷ. അപ്പോൾ ഈ സാഹിത്യ ഭാഷയാണ് നമ്മളെ വശീകരിക്കുക. കാരണം എന്താ വെച്ചാൽ മറ്റേ നമുക്ക് സ്വായത്താണ് അല്ലേ, വ്യാവഹാര ഭാഷ സ്വാഭാവികമാണ്. ഒഫീഷ്യൽ ആവുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് മര്യാദയ്ക്ക് അത് പറയുന്നു മാത്രം. വീട്ടിൽ പറയുന്ന ഒരു കൊളോക്കിയൽ അല്ലാണ്ട് മര്യാദയ്ക്ക് പറയും. പക്ഷെ സാഹിത്യ ഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷയുടെ സാധ്യതയാണ്, അങ്ങേയറ്റത്തെ സാധ്യതയാണ്. അപ്പൊ ആ സാധ്യത കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ വളരെ വശീകരിച്ചിട്ടുണ്ട് വാക്കുകൾ. പിന്നെ വാക്കുകളുടെ മാസ്മരികത. അപ്പോൾ പുതിയ വാക്കുകളെ കുറിച്ചിട്ടുള്ള വലിയ സ്റ്റഡീസൊക്കെ നടത്തുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരു വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ അനന്തമാണ് വാക്കിൻ്റെ അർത്ഥം, അല്ലാതെ ഒരു വാക്കിൽ അത് ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ വാക്കുകൾ പറഞ്ഞാലേ ഓരോ എഴുത്തുകാരനും ഓരോ എഴുത്തുകാരിക്കും അവരവരുടെ ഒരു പദസഞ്ചയം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുമ്പോൾ അതിലെ നമ്മൾ കാണുന്നത് OV വിജയന്റെ ഒരു കുറേ പദസംയുക്തങ്ങളുണ്ട്, വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള വാക്കുകളുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ തന്നെ OV വിജയൻ ഉപയോഗിക്കുന്ന രീതി, വാക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ വലിയ മാനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, അതിലെ അള്ളാപ്പിച്ച മൊല്ലാക്ക, ഈ മൊല്ലാക്ക 20 വർഷം 40 വർഷമൊക്കെ ആയിട്ട് അവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തെ പറ്റി പറയുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ OV വിജയൻ പറയുന്നത് പഥികന്റെ പ്രയാണം എന്നുള്ള മട്ടിലാണ്. അപ്പോൾ അവിടെ ആ പഥികൻ മൊല്ലാക്ക എന്ന് പറയുന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യോജിക്കുന്ന ഒന്നല്ല. പക്ഷെ ആ വാക്കിന്റെ മാസ്മരികത കൊണ്ട് മൊല്ലാക്കയ്ക്ക് വലിയൊരു നിഗൂഢ സൗന്ദര്യം കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു നിഗൂഢ ഭംഗി അവിടെ OV വിജയൻ കൊടുക്കുകയാണ്. അതുപോലെ OV വിജയന് തൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു പദസഞ്ചയമുണ്ട്.
അത് എന്താ പറയുക, അനന്യം എന്നൊക്കെ പറയാൻ വേറെ ആൾക്ക് കൈവശപ്പെടുത്താൻ പറ്റില്ല. കൈവശപ്പെടുത്തിയാൽ ബോറാവുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് നമുക്ക് നോക്കാം വി കെനെ എം.ടി. വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു തരം ഉണ്ട്, മുകുന്ദന് ഉണ്ട്, മേതിലിന് ഉണ്ട്. അപ്പൊ ഇതാണ് ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ഒരു വാക്കിന്റെ ലോകമുണ്ട്. സ്റ്റൈല് ആ വാക്ക് ഉപയോഗിച്ച് എഴുതുന്ന രീതിക്ക് നമുക്ക് സ്റ്റൈൽ എന്ന് പറയാം. പക്ഷെ ഈ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഓരോ എഴുത്തുകാർക്കും അവരവരുടേതായ ഒരു എന്താ പറയുക, അവരെ നിർണയിക്കുന്നത് അതാണ്, അവരുടെ എഴുത്തിനെ നിർണയിക്കുന്നത് അതാണ്. ടീച്ചറിന്റെ വാക്കുകളിൽ നാട് ഭയങ്കരമായിട്ട് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്, സ്ലാങ് ഉണ്ട്. അപ്പൊ ഈ നാട് എത്രത്തോളം, അതായത് തൃശ്ശൂർ എന്ന് പറയുന്ന കുരിയച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലം, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തിന്റെ അതിന് മാത്രമായിട്ട് അവകാശപ്പെടാവുന്ന കുറെ സ്റ്റൈൽ ഓഫ് എനിക്ക് പരിചയമുള്ളൊരു നാടും കൂടിയിട്ട്, അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയും കൂടിയിട്ടാണ് ടീച്ചറിന്റെ ഭാഷ. ആ നാട് എത്രത്തോളം അങ്ങനെ ഒരു ആശങ്ക വന്നിട്ടുണ്ടോ? നമ്മളുടെ ഭാഷ വേറെ ആളുകൾക്ക് ഇപ്പൊ ശരിക്കും കൊളോക്കിയൽ ലാംഗ്വേജ് വെച്ചിട്ട് ഒരുപാട് കൃതികൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ടീച്ചർക്ക് എഴുതി തുടങ്ങുന്ന സമയത്ത് ഒരു മാനക ഭാഷേന്റെ സ്വഭാവത്തിലാ പൊതു എഴുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊളോക്കിയൽ ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് അത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഈ ഭാഷേന്റെ ഒരു തോന്നിയിട്ടുണ്ട്. അതായത് ആലാഖയുടെ പെൺമക്കളിലാണ് അത് പ്രകടമായിട്ട് വരുന്നത്. മറ്റൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരി സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലാണ് അധികവും എഴുതിയിട്ടുള്ളത്. ചെറുകഥകളുടെയൊക്കെ ആദ്യകാലത്തായിരുന്നു ഒരു ഇത്. പക്ഷെ ആലാഖയുടെ പെൺമക്കൾ ഒരു നോവലായിട്ട് എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും തൃശ്ശൂരാണ് എൻ്റെ നാട്, ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഞാൻ അവിടെ ഒരു 10-16 വയസ്സ് വരെയാണ് സ്ഥിരതാമസം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഭാഷ, ഞാൻ 68 പട്ടാമ്പി കോളേജിൽ 78 പട്ടാമ്പി കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഭാഷാപരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മാറ്റമായിരുന്നു, വലിയൊരു മാറ്റമായിരുന്നു അത്. കാരണം ഒരു വള്ളുവനാടൻ ഭാഷ ഉപയോഗിക്കുന്ന ഒരു പ്രദേശം, അതുപോലെയുള്ള കുട്ടികൾ, അതുപോലെയുള്ള അധ്യാപകർ, അല്ലെങ്കിൽ അധ്യാപകരിൽ പിന്നെ കോട്ടയത്തുനിന്നും പല തിരുവനന്തപുരത്തു നിന്നൊക്കെ വരുന്ന ആളുകളുടെ കലർപ്പുണ്ട്. പക്ഷേ ആ പ്രദേശത്തിൻ്റെ സ്വത്വം ആ പ്രദേശത്തിൻ്റെ ഭാഷ പ്രതിഫലിപ്പിക്കൂലോ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് പോകുന്ന എൻ്റെ ഭാഷ ഇത്തിരി മോശമായിരുന്നു. മോശം എന്ന് ഭാഷയിൽ മോശം എന്ന് പറയുന്നില്ല, വ്യത്യാസങ്ങളേ ഉള്ളൂ, ഓരോ ഭാഷണ ഭേദങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് മോശം ഭാഷയും നല്ല ഭാഷയും എന്നുള്ളതില്ല. അപ്പം എൻ്റെ ഭാഷണ ഭേദം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഭാഷണ ഭേദവുമായിട്ട് ഇടയുന്ന ഒരു സംഗതി വരും. ഞാൻ ചെന്നിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വള്ളുവനാട്ടിലുള്ളവർക്ക് ചിരിക്ക് വിഷയമാണത്, അല്ലേ, വലിയ ചിരിക്ക് വിഷയമായിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു വെച്ചാൽ ഞാൻ തിരുത്താൻ തുടങ്ങും, വെട്ടിത്തിരുത്താൻ തുടങ്ങും. സത്യത്തിലേ ചെയ്യാൻ പാടില്ല. ഷീന ജോസിനെയാണ് ഞാൻ അതിൽ മാതൃകയായിട്ട് കാണുന്നത്. അവൾ ഒരിക്കലും അവളുടെ തൃശ്ശൂർ ഭാഷ മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട് നീ പറയണേ എന്നൊക്കെ ചോദിക്കും. അത് എവിടെയും ചോദിക്കും. B.Ed കോളേജിൽ പഠിപ്പിക്കുമ്പോഴായാലും, പൊതുജന മധ്യത്തിൽ സംസാരിക്കുമ്പോഴായാലും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ സംസാര ഇതിലായാലും, ഷീന ക്ലാസ് എടുക്കുമ്പോഴായാലും ഷീന തൃശ്ശൂർ ഭാഷയിലാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാൻ മാറ്റാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ, ഒന്ന് കുട്ടികളുടെ ഇടയിൽ നമ്മൾ പോയിട്ട് അവർക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ അവർക്ക് ചിരി വരുത്തുന്ന തരത്തിൽ പറയരുത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് മാക്സിമം കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, കുറേ കൊല്ലം 10 കൊല്ലം പട്ടാമ്പിയിലിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് വിക്ടോറിയയിലേക്കാണ്, പാലക്കാട്ടിലേക്ക്. പാലക്കാടൻ ഭാഷ വഴങ്ങില്ല കേട്ടോ. അത് നമുക്ക് ആ ഈണം എത്ര ശ്രമിച്ചാലും നമുക്ക് കിട്ടില്ല. ബിജു മേനോന് കിട്ടണ പോലെയൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് അതിൽ വലിയൊരു മാറ്റം വന്നു. ആ കുട്ടികളുമായിട്ടുള്ള സമ്പർക്കത്തിൽ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ ഭാഷ പതുക്കെ പിന്നാക്കം പോയി. ഞാൻ പറയുമ്പോൾ എന്നിട്ട് പിന്നെ തൃശ്ശൂർക്കാരിയാൻ തോന്നില്ല എന്ന് പറയുന്നത്ര മാറ്റി എടുത്തു ഞാൻ. അത് നല്ലതല്ല എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ അങ്ങനെ മാറേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ എപ്പോഴും എന്നെ അല്ല നോക്കുക, കേൾക്കുന്ന ആളുകളെ നോക്കുക, അവരുടെ കംഫർട്ട് ഇതാണ് കുട്ടികൾ കേൾക്കുമ്പോൾ എന്നുള്ളതായിരുന്നു എൻ്റെ വിഷയം. പക്ഷെ നോവല് എഴുതിയപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂര് എൻ്റെ ദേശമാണ് എഴുതുന്നത്, സ്വാഭാവികമായിട്ടും അവിടുത്തെ ഭാഷ വേണം. പക്ഷെ അപ്പോഴേക്കും ഒക്കെ തന്നെ ഞാൻ നോവൽ എഴുതുന്ന സമയത്തായപ്പോഴേക്കും ഒക്കെ തന്നെ തൃശ്ശൂരിൻ്റെ ലാംഗ്വേജിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഒന്ന്, അന്നുണ്ടായിരുന്ന പോലത്തെ ജനതയല്ല. അവിടെ ചെന്ന് താമസിച്ചവര്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഉദ്യോഗസ്ഥന്മാര്, അങ്ങനെയൊക്കെ ആ സമൂഹം മാറി. സമൂഹം മാറുമ്പോൾ അവരുപയോഗിക്കുന്ന ഭാഷയിൽ പിന്നെ കുരിച്ചിറ മലയാളം ഉണ്ടെങ്കിലും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ സ്വാധീനം കൊണ്ട് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
പിന്നെ ആലാഖയുടെ പെൺമക്കൾ എഴുതുമ്പോൾ ഞാൻ ക്ലേശിച്ചത് ഞാൻ എഴുതുന്ന കാലഘട്ടത്തിൽ എങ്ങനെ സംസാരിച്ചിരുന്നു വളരെയധികം വളരെ അതിന്റെ റിസർച്ച് ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോൾ നമുക്ക് വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ബന്ധുവീടുകളിൽ അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര അപ്പോഴൊക്കെ ഞാൻ ഇവരെ കേൾക്കും ആരെ വയസ്സായവരെ കേൾക്കും ചെറുപ്പക്കാർക്കും അതുണ്ട് പക്ഷെ അവരുടെ ഭാഷയിൽ ഒരു കലർപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കളക്ട് ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിനൊരു നോട്ട് ബുക്ക് തന്നെ ഉണ്ടാക്കി അതിനൊരു കൊച്ചു നോട്ട് ബുക്ക് ഉണ്ടാക്കി ഒരു വാക്ക് കിട്ടിയ അമൂല്യ നിധി കിട്ടണ പോലെ അത് മാർക്ക് ചെയ്ത് വെക്കും അങ്ങനെ പിന്നെ വാക്ക് കിട്ടിയ എനിക്കറിയാം അതെങ്ങനെയാ പ്രയോഗിച്ചിരുന്നെന്ന് എനിക്ക് ഓർമ്മ വരും അപ്പൊ അതെ പിന്നെ എന്റെ അമ്മ ഉണ്ടായിരുന്നു എന്റെ കൂടെ അമ്മയാണെങ്കിൽ പഴഞ്ചൊല്ലുകളിൽ കൂടി അല്ലാണ്ട് ഒരു വർത്തമാനവും പറയില്ല നമ്മളെ ബോധിപ്പിക്കുന്ന മുഴുവനും പഴമൊഴികളും പഴഞ്ചൊല്ലുകളും ഒക്കെയാണ് നിലയ്ക്കാ നിന്നാ മലയ്ക്കാ പോവാന്നൊക്കെ ആലാഖയുടെ പെൺമക്കൾ എഴുതിയുള്ള അമ്മയുടെ വാക്കുകളാണ് അപ്പോൾ അങ്ങനെ കുറെ കളക്ട് ചെയ്തു പിന്നെ എൻ്റെ മുതിർന്ന അമ്മായിമാര് അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ കളക്ട് ചെയ്തിട്ട് ആണ് ഞാൻ ആലാഖയുടെ പെൺമകളിലേക്ക് ആ ഭാഷ തിരിച്ചു പിടിച്ചത് ശരിക്കും പറഞ്ഞാല് ടീച്ചറിന്റെ വീട്ടിലെ അന്തരീക്ഷം അതായത് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോ കത്തോലിക്ക കുടുംബമായിരുന്നു യാഥാസ്ഥിതികമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ ഒരു സഞ്ചാരം ഈ പറയുന്ന നമ്മുടെ വർത്തമാനത്തിന്റെ രീതികൾ ഒക്കെ ഏതെങ്കിലും തരത്തില് റെസ്ട്രിക്ട് ചെയ്യപ്പെടുകയോ ഇപ്പൊ തിരിഞ്ഞു ആലോചിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അന്ന് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടാവാം എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ സഞ്ചരിക്കാൻ തോന്നിയിട്ടുണ്ടോ അങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെ തോന്നിയിട്ടുണ്ടോ അതില്ല കാരണം എന്താ വെച്ചാല് അത് പതിവില്ല സഞ്ചരിക്കല് പുറത്തേക്ക് ഇല്ല അതെന്താ വെച്ചാൽ ഫാമിലി കൊണ്ടുപോകുന്നിടത്തേക്ക് കൊണ്ടുപോകുക എന്നല്ലാതെ ഒറ്റയ്ക്ക് യാത്രയൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല പിന്നെ ഭാഷാ രീതിയുടെ കാര്യത്തിൽ എന്താന്ന് വെച്ചാല് പെൺകുട്ടികൾ പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ അങ്ങനെ വിലക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ ഒച്ച വയ്ക്കാൻ പാടില്ല ശബ്ദം ഉറക്കെ സംസാരിക്കരുത് ഉറക്കെ ചിരിക്കണമെന്നൊന്നും എൻ്റെ വീട്ടിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഉമ്മറത്തേക്ക് വരണേനോ അങ്ങനെയൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞങ്ങൾക്ക് ഉറക്കെ ചിരിക്കും ഞങ്ങളെല്ലാവരും കൂട്ടുകൂടിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കും കുട്ടികളുടെ കളികളല്ലേ പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ഉറക്കെ സംസാരിക്കാൻ പാടില്ല പറയും പ്രത്യേകിച്ച് മുതിർന്നവരുടെ മുമ്പിൽ അമ്മാമ്മയോട് അപ്പനോട് ഇളയപ്പനോട് വല്യമ്മയോട് എൻ്റെ അമ്മോട് 4 പേരോട് ഉറക്ക പറയാൻ പാടില്ല അത് ശബ്ദം താഴ്ത്തി മര്യാദയ്ക്ക് പറയണമെന്ന് പറയും മനസ്സിലായില്ലേ പിന്നെ എന്താന്ന് വെച്ചാല് ചിരി ഒന്ന് ഒതുക്കണം അതൊക്കെ അത്യാവശ്യമാണ് പിന്നെ ശരീരത്തിന്റെ അടക്കം ഒതുക്കം അതൊരു ക്രിസ്ത്യൻ ഫാമിലി പഠിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നമ്മള് കൈകാലൊക്കെ ആനി പറയില്ലേ ഉറങ്ങുമ്പോ ഉടുപ്പ് കയറിപ്പോയിട്ട് അമ്മ വന്നിട്ട് ഇങ്ങനെ പിച്ചിട്ട് അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് ഉടുപ്പ് കയറി പോരുതെന്ന് പറയും അതെ പിന്നെ കിടന്നുറങ്ങണ മനുഷ്യന് ഉടുപ്പ് എവിടെ പോയാൽ എന്ത് പക്ഷെ അതൊക്കെ കുട്ടികളടക്കം പഠിപ്പിക്കുന്ന വഴികളാണ് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ തന്നിരുന്നു കൂട്ടുകൂടി കളിക്കാനുള്ള അവിടെ ഒരു വലിയ പിള്ളേർ സെറ്റ് ഉണ്ട് ഞങ്ങൾക്ക് കുറെ പറമ്പുണ്ട് ആ പറമ്പിൻ്റെ ഉള്ളിൽ മേഞ്ഞു നടക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പേടി ഉണ്ടായിരുന്നില്ല എന്നത്തെ പോലെ ഒരു കൊച്ചുകുട്ടി പറമ്പിലേക്ക് പോയാൽ റേപ്പ് ചെയ്യപ്പെടുന്നുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കൊച്ചുകുട്ടി സംരക്ഷിക്കപ്പെടും എന്നുള്ള തോന്നൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പേരൻസിനൊക്കെ തന്നെ അല്ലാതെ ഒരു പെൺകുട്ടി ഇല്ല പിന്നെ ഞാനെപ്പോഴും വിചാരിക്കണ്ടേ ഞങ്ങൾ കുറച്ചു കാലം കുരിയച്ചിറ സെന്ററിൽ ഒരു വാടക വീട്ടിൽ താമസിച്ചു അതിൻ്റെ അപ്പുറത്ത് ഇപ്പോഴത്തെ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബോയ്സ് മിക്സ്ഡ് സ്കൂൾ നിൽക്കുന്ന സ്ഥലം വലിയൊരു കശുമാവൻ തോപ്പായിരുന്നു അതാണോ അതിൽ പറയുന്ന ഒരു പറമ്പിനെ പറ്റി അല്ല അത് നമ്മുടെ വീടിന്റെ ചുറ്റുവശം ഈ പറമ്പ് ഞങ്ങൾക്ക് 2 ആട്ടുകുട്ടികൾ ഉണ്ടായിരുന്നു ഈ ആട്ടുകുട്ടികളെയും കൊണ്ട് അതിന്റെ കഴുത്തിൽ മണിയൊക്കെ കെട്ടിയിട്ട് ഞാനും എൻ്റെ അനിയത്തിമാരും അനിയൻ കൊച്ച അവനല്ല ഞങ്ങളും അയലക്കത്തെ പിള്ളേരൊക്കെ കൂടി പറമ്പിലേക്ക് പോകും കണ്ണത്താ ദൂരത്തോളം പറന്ന് കിടക്കുന്ന കശുമാവൻ തോപ്പാണ് പെൺകുട്ടികളാണ് 3 പെൺകുട്ടികളാണ് ആൺകുട്ടികളുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഇവര് ഈ പറമ്പിൽ മേയാണ് മനസ്സിലായില്ലേ ഈ ആട്ടുകുട്ടികളും ഇവരും അപ്പൊ ആ ലോകത്ത് അമ്മയ്ക്കൊന്നും അങ്ങനെ വിടാൻ ഒരു പേടിയേ ഇല്ല കുട്ടികൾ വീണല്ലൊടിയും എന്നുള്ളതല്ലാതെ കുട്ടികളെ ആക്രമിക്കപ്പെടുന്ന പേടി ഉണ്ടായിരുന്നില്ല പേടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് അവർ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ആ കണ്ണുകളോടുകൂടി നോക്കുന്ന തരത്തിലുള്ള ആൺകുട്ടികളോ പുരുഷന്മാരോ ഇനി അപൂർവമായിട്ടുണ്ടാവോ എന്നെനിക്കറിയില്ല അന്ന് ഇല്ല അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു മനസ്സിലായില്ലേ ടീച്ചറിന്റെ വളരെ ചെറുപ്പത്തിലെ തന്നെ സ്കൂൾ കാലത്തിൽ തന്നെ കല്യാണം കഴിയുകയും വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരികയും പിന്നീട് പഠനം തുടരുകയാണല്ലോ ചെയ്തത് അന്ന് മനസ്സിൽ എന്തുണ്ടാക്കിയ സംഘർഷം എന്തായിരുന്നു ഒരു സംഘർഷം ഉണ്ടായിരുന്നു ഒന്നും അറിയില്ല കല്യാണം എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ വളർത്തപ്പെടുന്നത് തന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചയക്കാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ
ചെറിയ അമ്മായി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുട്ടികൾ ഉണ്ടായി വരുന്ന വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അവർക്ക് തറവാട്ടിൽ. ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു. അപ്പനും അപ്പൻ്റെ അനിയനും അമ്മായിമാരും അമ്മൂമ്മയും ഒക്കെ കൂടിയിട്ട് ഒരു വലിയ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ, വലിയ വീടൊന്നുമല്ല എന്നാലും ആ തറവാട് വീട്. അവിടെ നിന്ന് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ പോകുന്നത്. അപ്പോൾ എന്നെ കല്യാണം കഴിച്ച് അയക്കുക എന്നുള്ളത് മൊത്തം എൻ്റെ അമ്മേരെ, പ്രത്യേകിച്ചും എൻ്റെ അമ്മയുടെ പേടി, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, ഏറ്റവും താഴെ അനിയൻ. അപ്പം ഈ പെൺകുട്ടികൾ ഇങ്ങനെ വലുതായി വരുന്നു. അപ്പം അവരെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചയച്ച് ആ ബാധ്യത ഒഴിവാക്കണം. ബാധ്യതയായിട്ടല്ല, അതാണ് അന്തസ്സ്, മനസ്സിലായില്ലേ? പെൺകുട്ടി കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതല്ല, എത്ര പെട്ടെന്ന് കഴിക്കും അത്രയും അന്തസ്സ് കൂടും. അതാണ്. അങ്ങനെയാണ് 16 വയസ്സ് കഴിയും മുമ്പ് എൻ്റെ കല്യാണം സംഭവിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, കല്യാണത്തെ പറ്റിയിട്ടൊന്നും. ഭയങ്കര കളിയില് മേളത്തിൻ്റെയും പിന്നെ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ഡാൻസ്, പാട്ട്, സാഹിത്യ മീറ്റിങ്ങുകൾ, അങ്ങനെ ഭയങ്കര ബഹളം വെച്ച ഒരു ജീവിതമാണ് സ്കൂളിൽ. പിന്നെ നന്നായി പഠിക്കുകയും ചെയ്യും, 9ാം ക്ലാസ്സിൽ നന്നായി പഠിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് നിന്ന് എനിക്ക് കല്യാണം വരികയാണ്. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് അത് ഇങ്ങോട്ട് സംഭവിച്ചു പോയി. വേണ്ടാന്ന് തോന്നിയതേല്ലേ? വേണ്ടാന്ന് തോന്നാൻ പാടില്ല. കാരണം അവർ പറയുന്നത് നമ്മൾ അനുസരിക്കാൻ പാടുള്ളൂ. വേണോ വേണ്ടേ എന്നുള്ളത് നിർമ്മിക്കാൻ നമുക്ക് നമ്മളുടെ കയ്യിലല്ല അതൊന്നും, മനസ്സിലായില്ലേ? ഈ കുമാരനാശാൻ പറയുന്ന പോലെ പിന്നീട് കുമാരനാശാനെ പഠിക്കുമ്പോഴൊക്കെയാണ് എൻ്റെ അവസ്ഥ. അതിനോട് ഞാൻ ചേർത്ത് വയ്ക്കുക. ഗുരുജന വചനം കുലക്രമം തരുണികൾ തന്നെ അസ്വതന്ത്രത, ഇതാണ് സംഭവം, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പനെ ധിക്കരിച്ചു എന്ന് വരും, അമ്മയെ ധിക്കരിച്ചു എന്ന് വരും, തലമുറന്ന് തിന്ന ആളുകളെ ധിക്കരിച്ചു എന്ന് വരും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ജീവിതത്തിലാകെ എൻ്റെ അപ്പൻ്റെ നിന്ന് തല്ലുകൊണ്ടുള്ള ഒരൊറ്റ സന്ദർഭം. അത് എന്താണെന്ന് വെച്ചാൽ, അമ്മാമ്മ, എൻ്റെ അപ്പൻ്റെ അമ്മ, അപ്പൻ്റെ അമ്മ തേങ്ങ ഇടിക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഇതൊക്കെ പെറുക്കി കൊണ്ടുവന്ന് കൂട്ടുണ്ട്. അപ്പോൾ ഞാനിത് പെറുക്കി കൊണ്ടുവന്ന് കൂട്ടുന്ന ഉത്സാഹത്തിൽ അമ്മാമ്മ കാല് നീട്ടി അവിടെ ഇരിക്കുന്നത് നോക്കാതെ അമ്മാമ്മേരെ കാല് മറികടന്നിട്ട് ചാടിപ്പോയി. അതൊക്കെ പ്രശ്നമല്ലേ? ആ ചാടിപ്പോയി എൻ്റെ അപ്പം കണ്ടു നിന്നു. അപ്പം ആ തെങ്ങിൻ്റെ ഒരു കോഞ്ഞാട്ടി ഒരു സാധനമല്ലേ, അതെടുത്തിട്ട് എന്നെ വിളിച്ച് നിർത്തി കാലിൻ്റെ അടിയിൽ അടിച്ചു, കാലിൻ്റെ ഈ വണ്ണയിൽ അടിച്ചിട്ട് പറഞ്ഞു, പോയി അമ്മൂമ്മോട് മാപ്പ് പറയാൻ മാത്രമല്ല തൊട്ട് തലയിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ തൊട്ട് തലയിൽ വെച്ചു. എനിക്ക് മനസ്സിലായില്ല അത് എന്തിനടിക്കണേന്നേ. അങ്ങനെ ഒരു ഒറ്റ പ്രാവശ്യം എനിക്ക് അടി കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ വളർത്തപ്പെടുന്ന കുട്ടികളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കല്യാണം വേണോ വേണ്ടേ? എനിക്ക് അറിയില്ല കല്യാണം വേണ്ടോ, എനിക്ക് കല്യാണം വേണോ കല്യാണം വേണ്ട എനിക്കറിയില്ല. എൻ്റെ ചിത്രത്തിലുള്ളത്, എൻ്റെ കാഴ്ചപ്പാടിലുള്ളത് വർണ്ണശബളമായ കുറേ കാര്യങ്ങളാണ്. കുറേ സാരികൾ, ആഭരണങ്ങൾ, ഇവൻ്റാണ്. പെട്ടിപ്പാട്ട്, അന്നൊക്കെ ഈ കൊളമ്പി വെച്ചിട്ട് പാട്ടൊക്കെ പാടുമല്ലോ, പന്തല്, അലങ്കാരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രമേ നമുക്ക് ജീവിതത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിത യാഥാർത്ഥ്യമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ഞാൻ ജോസഫിനോട് പറഞ്ഞു, എനിക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങേരും അങ്ങനെ, കാരണം എന്താ വെച്ചാൽ വലിയൊരു കർഷക കുടുംബത്തിലേക്കാണ് കൊണ്ടുപോയിക്കണേ. കുറേ ഏക്കറുകളോളം പറമ്പും ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറി വരുന്ന കൃഷിയും, കർഷകരായിട്ടുള്ള മനുഷ്യരും, പച്ച മനുഷ്യരെ. അപ്പോൾ ഇവിടെ പോയി പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് അവരെന്ത് ചെയ്യും? അപ്പോൾ പഠിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വന്ന്. നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലേ? വളരെ ഏജ് ഡിഫറൻസും ഉണ്ടായിരുന്നു. അദ്ദേഹവും ഞാനും തമ്മിലൊരു 14 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ 10ാം ക്ലാസ് 9 മുഴുവനാക്കി, 10 കഴിഞ്ഞു. പിന്നെ TTCക്ക് പോവുക ചെയ്ത്. അത് ടീച്ചറിന്റെ തെരഞ്ഞെടുപ്പായിരുന്നോ അതോ? അല്ല. അതുമല്ല. അതന്നെന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ അത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ല. പനിയത്തിമാർ 2 പേര് പഠിക്കുന്നുണ്ട്, അനിയൻ പഠിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ പഠിപ്പ് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിലെ. ഇവരുടെ വീട്ടിലാണെങ്കിൽ കർഷകരാണ്, വാർഷിക വരുമാനങ്ങളേ ഉള്ളൂ, ഡെയിലി വരുമാനം ഇല്ല. എൻ്റെ ഹസ്ബൻഡ് ജോലി രാജിവെച്ചിട്ട് പാർട്ടി പ്രവർത്തനത്തിനും കൃഷിക്കും വേണ്ടി നിന്ന ആളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അപ്പോൾ തന്നെ അദ്ദേഹം ഫുൾ ടൈം പ്രവർത്തകനാണ്. അതിൻ്റെ കൂടെ കൃഷി നടക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ മണി ഇല്ല, വരുമാനം എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് വരും. അപ്പോൾ അതുവരെ വാങ്ങിച്ച കടങ്ങളൊക്കെ വീട്ടുക എന്നുള്ള ഒരു ജീവിത രീതിയായിരുന്നു. പിന്നെ എന്താണ്, എല്ലാം ഉണ്ടായിരുന്നു. നെല്ലും കപ്പയും കുരുമുളകും കശുവണ്ടിയും, അങ്ങനെ ഒരു വലിയ ഒരു കൃഷിയുടെ ഒരു പരമ്പര ഉണ്ടായിരുന്നു.
അവിടെയൊന്നും എനിക്ക് സത്യത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനില്ല. സാമ്പത്തികമായിട്ടും ഇല്ല, ശാരീരികമായിട്ടും ഇല്ല. എന്നെ കൊണ്ട് അവർ പണിയനെ പോലെ പണിയാനോ അല്ലെങ്കിൽ അവർ, എന്നാലും ഞാൻ പരമാവധി ഒത്തുചേരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പറമ്പിൽ പോയി വിറകൊക്കെ ഒടിച്ചു കൊണ്ടുവരിക, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, ഇല്ല ഞാൻ പറയില്ല. പിന്നെ തുണികൾ കഴുകണമെങ്കിലൊക്കെ അന്ന് പറഞ്ഞാല് ഇത്തിരി പ്രയാസം തന്നെയാ. തുണികൾ അലക്കി തന്നെ ആവണം, വാഷിംഗ് മെഷീനൊന്നും ഇല്ലല്ലോ വീടുകളിൽ. അപ്പോൾ തൊട്ടുമുമ്പ് ഒരു കുളമുണ്ട്, അത് എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം വെച്ചാൽ ആ വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും ഭാവനയുടെ ലോകത്തിലേക്ക് പോകാനും ആ കുളവും പാടവും പരിസരങ്ങളും പക്ഷികളും മീനുകളും ഒക്കെ സഹായിക്കും. അപ്പം എനിക്ക് തുണി അലക്കൽ എൻ്റെ ഒരു ഹരമാണ്. അപ്പോൾ ആ കുളത്തിലേക്ക് അവിടെ പോവുക എന്നുള്ളതാണ് ഒരു രക്ഷപ്പെടാനുള്ളൊരു മാർഗം. ആ സമയം എന്ന് പറയണതേ കേരളം രൂപീകരിക്കപ്പെടുന്ന ഒരു സമയം കൂടി. 57 രാഷ്ട്രീയ അന്തരീക്ഷം പുറത്തുള്ളത് ഭയങ്കരമായിട്ട് മാറുന്ന ഒരു കാലഘട്ടം കൂടിയിട്ട്. അത് ശ്രദ്ധിക്കുമായിരുന്നു. അതെങ്ങനെയാ അറിഞ്ഞുകൊണ്ടിരുന്നത്? അത് ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത് കുറച്ചും കൂടി ഇതായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു വിഷാദയോഗം ഉണ്ടായിരുന്നു പാർട്ടി പിളർന്നപ്പോ. എന്തിനാ വിഷോദിക്കണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആള് വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പറയും. ഓ വേണ്ട, നമുക്ക് മനസ്സിലാവാത്ത കാര്യം മനസ്സിലാക്കണ്ടല്ലോ. അപ്പൊ പാർട്ടി പിളർന്ന സമയത്ത് ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്രഷനായിരുന്നു. അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ പാർട്ടി പ്രവർത്തനത്തിനെ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിലാണ്. അതായത് താമസിക്കുന്നത് പൂമല എന്ന് പറയുന്ന ഇതൊക്കെ പോകുന്നതിന്റെ നല്ല ഭംഗിയുള്ള സ്ഥലം, താഴ്വാരത്താണ് ഞങ്ങള്, വയലുകളുടെയൊക്കെ നടുവില്ല. 7 ഏക്കർ ഭൂമിയുണ്ട്, അപ്പുറത്തിപ്പുറത്തൊന്നും വീടുകളില്ല. അപ്പോൾ അറിയാലോ, ഈ ഒരു വീട് തന്നെയുള്ളൂ, ഇലക്ട്രിസിറ്റി ഇല്ല, അവിടേക്കൊന്നും കറണ്ട് വന്നിട്ടില്ല. ആ സമയത്ത് വിളക്കേ ആശയുള്ളൂ. ചില ദിവസം മണ്ണെണ്ണ ടോട്ടൽ കഴിയും. അപ്പൊ ഇദ്ദേഹം മണ്ണെണ്ണ വാങ്ങാൻ വേണ്ടി 5 മണിക്ക് പോകും. പിന്നെ ഇദ്ദേഹം ഒരു 11:30 മണിക്കാണ്. അതുവരെ നമ്മൾ ഇരുട്ടിലിരിക്കും. ഒരു മെഴുകുതിരി 2 മെഴുകുതിരി അവിടെ ഇവിടെ ഒക്കെ കത്തിച്ചു വെക്കും. പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെയാണ് ഞാൻ പാർട്ടി പ്രവർത്തനം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഇരുട്ടിലും ഏകാന്തതയിലുമാണ്. കാരണം 5 മണിക്ക് മണ്ണെണ്ണ വാങ്ങാൻ പോയ ആള് തിരിച്ചു വരുന്ന 11:30 മണിക്ക് കൂരി ഇരുട്ടിലാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞില്ല. അദ്ദേഹം നടക്കാണ്. പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നടക്കലാണ്. ദൂരെ സ്ഥലങ്ങളിൽ പോയി പിന്നെ പ്രസംഗിക്കാനും യോഗങ്ങൾ കൂടാനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മണ്ണെണ്ണ വീട്ടിലെത്തുക. അപ്പൊ ആ രീതിയിലാണ് ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് അന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. റൊമാൻറ്റിക് ആയിരുന്നു? നോവേ, ഒരിക്കലും ഇല്ല. അതൊരു അരിത്തോട് കൊണ്ട് പോലും പോയിട്ടില്ല. ടീച്ചർ റൊമാൻറ്റിക് ആവാൻ ശ്രമിച്ചിട്ടുണ്ടോ? റൊമാൻറ്റിക്, ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. കാരണം എൻ്റെ സങ്കല്പത്തിലെ നായകന്മാര് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ രാജ് കപൂർ, അങ്ങനെയൊക്കെയുള്ള ആ പാട്ടുകള്, അവരുടെ രീതികള്, അവരുടെ ആക്ഷൻസ്, അവരുടെ ഉടുപ്പ്, നടത്തം, അതൊക്കെയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ റഫ് ആയിട്ടുള്ള കർഷകൻ എന്തത് ജീവിതത്തിന് നേരെ ഒരു വെട്ട് 2 മുറി എന്ന് പറയുന്ന തരം. പിന്നെ പരുഷമായിട്ടുള്ള ജീവിതം യാഥാർത്ഥ്യങ്ങളോടല്ല ഏറ്റുമുട്ടണേ. മനുഷ്യരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളോടാണല്ലോ ഇദ്ദേഹത്തിന്. രാജ് കപൂർ ആവാൻ പറ്റില്ലല്ലോ. പിന്നെ കുറെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമല്ല. ഇപ്പൊ ദാരിദ്ര്യം നമ്മൾ പറയുന്നത് ഭക്ഷണത്തിന് മുട്ടില്ല, അതിനൊരിക്കലും മുട്ടില്ല. അതാത് കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന എന്തും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മണിയില്ലാത്തത് കൊണ്ടുള്ള ദാരിദ്ര്യം അത് നല്ലപോലെ സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അത് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും പിന്നെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കുന്നു, അതിൻ്റെ ഇരട്ടി പലിശ അടക്കം തിരിച്ചു അടയ്ക്കേണ്ടി വരുന്നു. അങ്ങനത്തെ ഒക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ആ കാലത്തുണ്ടായിരുന്നു, കുറെ കാലം. ആ സമയത്ത് ടീച്ചറിന്റെ വായന മുന്നോട്ട് പോകുന്നുണ്ടോ? ഞാൻ അവിടെ വായിക്കാനുള്ള സൗകര്യങ്ങളില്ല. അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം അന്വേഷിച്ച പുസ്തകങ്ങളാണ്. അവിടെ എനിക്ക് കണ്ടെത്താൻ പറ്റിയ രണ്ട് പുസ്തകങ്ങൾ. ഒന്ന് ബൈബിള്, സ്വാഭാവികം. പിന്നെ കുറെ ടെക്സ്റ്റ് ബുക്കുകൾ. പിന്നെ കണ്ടത് കാമശാസ്ത്രത്തിന്റെ പറഞ്ഞുപോയ കുറെ മൈ ഗോഡ്, അത് ആരുടെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതൊക്കെ കുത്തഴിഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ കുറെ പേജുകള്. പിന്നെ ഈ ബൈബിൾ ഉണ്ട്, അത് പിന്നെ നിത്യവായനക്കുള്ളതാണല്ലോ. നല്ല കോമ്പിനേഷൻ അല്ലേ? അതെ, ഇത് രണ്ടുമാണ് അവിടെ കണ്ടത്. അത് പിന്നെ എന്താന്ന് വെച്ചാല് കുട്ടികൾ കാണാണ്ടൊക്കെ ഒളിപ്പിച്ചു വെച്ച മട്ടിലാണ് അത് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ കുട്ടിയാണല്ലോ, അപ്പൊ ഞാനത് കാണാൻ പാടില്ലല്ലോ. പിന്നെ കുറെ ടെക്സ്റ്റ് ബുക്കുകൾ, അത്രയല്ലേ ഉള്ളൂ. അവിടെ വായനയില്ല. പിന്നെ എൻ്റെ അപ്പൻ എല്ലാ ശനിയാഴ്ചയും വരുമ്പോ എനിക്ക് വായിക്കാനുള്ളത് കൊണ്ടുവരും. അതായിരുന്നു എൻ്റെ വായന. അത് കഴിഞ്ഞിട്ട് TTC എടുക്കാൻ കാരണം എന്താ?
TTC എടുക്കാനുള്ള കാരണം ഈ വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജത്തി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അനിയൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നോ അല്ല, അനിയൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എന്നേക്കാൾ മീതി അയാൾ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അനിയത്തി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, അവന് വെറും സെക്കൻഡ് ക്ലാസ്. മനസ്സിലായില്ലേ? അനിയത്തി പിന്നെ ചെറിയ കുട്ടിയല്ലേ. എന്നിട്ട് ആരെ കോളേജിൽ വിട്ട് പഠിപ്പിക്കും? കൺഫ്യൂഷനായി. പുരുഷനെ പഠിപ്പിക്കണ്ടേ? അല്ല, അതുകൊണ്ടല്ല കേട്ടോ, പാവൻ്റെ ഹസ്ബൻഡ് പൈസ ഇല്ല, 2 പഠിപ്പിക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ വേറൊരു ലാക്കുണ്ടായിരുന്നു. ആ ലാക്ക് പിന്നീട് എനിക്ക് മനസ്സിലായില്ല, ആദ്യം എനിക്ക് മനസ്സിലായില്ല. ആ ലാക്ക് എന്താണെന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് സീറ്റ് കിട്ടും TTCക്ക് വിട്ടാൽ. TTC പാസ്സായി വന്നാൽ ഉടനെ തന്നെ അവിടുത്തെ പള്ളി സ്കൂളിൽ ജോലിയും കിട്ടും. മനസ്സിലായില്ലേ? ജോലിയും കിട്ടും, പള്ളിയിൽ പോയി പറഞ്ഞാൽ ജോലി കിട്ടും. അതായിരിക്കും. പിന്നെ തന്നെയല്ല, അപ്പോൾ ഒരു എയ്ഡഡ് വരുമാനം ആവുമല്ലോ. അപ്പൊ ഇയാളെ കൊണ്ടുപോയി ക്രൈസ്റ്റ് കോളേജിൽ ചേർത്തു, വെറും സെക്കൻഡ് ക്ലാസ്സുകാരനെ. അയാൾ ക്രൈസ്റ്റ് കോളേജിൽ ചേർത്തു, എന്നെ TTCക്ക് വിട്ടു. ഇല്ലേ, എനിക്കൊന്നും അപ്പോഴൊന്നും തോന്നില്ല, കുറെ കഴിഞ്ഞ തോന്നുള്ളൂ. സമയത്തിന് തോന്നില്ല. പിന്നെ ഫൈറ്റ് ചെയ്യാൻ പഴുതില്ല കുട്ടി, ഫൈറ്റ് ചെയ്യാനുള്ള അറിവില്ല, ഫൈറ്റ് ചെയ്യാൻ പഴുതില്ല. സങ്കടമാണ് വരിക, സങ്കടം ഉണ്ടാവും. എനിക്ക് കോളേജിൽ പോയി പഠിക്കണമെന്നുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ട് കണക്കിനും സയൻസിനും, ഏറ്റവും കുറവ് മാർക്ക് മലയാളത്തിനും. ഏറ്റവും കുറവ് മാർക്ക് മലയാളത്തിന്, ഏറ്റവും കൂടുതൽ അതെ. അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ്. അപ്പോ സ്കൂളിൽ ജോയിൻ ചെയ്തോ? അതെ, TTC കഴിഞ്ഞ ഉടനെ എനിക്ക് പള്ളിയിൽ സ്കൂളിൽ ജോലി കിട്ടി. 68 ഞാൻ ഇവിടെ ഒരു ലീവ് വേക്കൻസിയിൽ ആദ്യം കയറി, UP സ്കൂളിൽ. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം എനിക്കത് പെർമനന്റ് ആയി. 10 കൊല്ലം UP സ്കൂളിൽ പഠിപ്പിച്ചു, നമ്മുടെ തിരൂർ സ്കൂളിൽ. UP സ്കൂളിൽ 5 തൊട്ട് 7 വരെ എല്ലാ സബ്ജക്റ്റും എടുക്കും. അത് കഴിഞ്ഞിട്ട് എവിടെ തൊട്ടിട്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത്? അതാ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ ലക്ഷ്മി നാരായണ മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു മലയാളം മാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എഴുതും എന്നുള്ളത് അറിയാം. അപ്പം മലയാള മാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടി എന്തിനാ സമയം വെറുതെ കളയുന്ന, ചെറിയ കുട്ടിയല്ലേ, തുടർന്ന് പ്രൈവറ്റായിട്ട് പഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വലിയൊരു വെളിച്ചമായി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ സ്കൂൾ ലൈബ്രറി ഇങ്ങനെ അരച്ച് കലക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ CP ആൻ്റണി മാഷ് ഹെഡ് മാഷും വലിയ സന്തോഷം, മാഷ്ക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ മാഷ് പറയും, മാഷ്ക്ക് 10 പെൺകുട്ടികളാണ്. എന്നോട് പറയും, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ പഠിക്കാൻ ചെയ്തു തരാം പുസ്തകങ്ങൾ. എനിക്ക് 10 പെൺകുട്ടികളുടെ കൂടെ 11ാമതൊരു പെൺകുട്ടിയും കൂടി ഞാൻ വിചാരിക്കുള്ളൂ എന്ന് പറയും മാഷ്. ലൈബ്രറി എനിക്ക് വളരെ, ഞാൻ എഴുതി കൊടുക്കുന്ന പുസ്തകങ്ങളൊക്കെ വരുത്തി തരും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പണ്ഡിറ്റ് മാഷ് അല്ല, ഈ മലയാളം ലക്ഷ്മിനാരായണ മേനോൻ മാഷ് ഇപ്പോൾ ഒരു ആളില്ലേ, തമാശ ഹാസ്യ ഇതൊക്കെ ചെയ്യുന്ന നന്ദകിഷോർ, അയാളുടെ അച്ഛനാണ് ഈ പറയുന്നത്. നന്ദകിഷോറിന്റെ ഫാദറാണ് ലക്ഷ്മിനാരായണ മേനോൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറ് ഒരു കാര്യം ചെയ്യേ, മലയാളം വിദ്വാൻ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, ഗംഭീര കോഴ്സാണ്, അപ്പോൾ അത് ചേരേ പറഞ്ഞു. അതിൽ ഒരുപാട് അറിവാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അറിവല്ലേ നല്ലത്, മറ്റേ ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ മലയാളം വിദ്വാൻ കോഴ്സിന് പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. അത് പക്ഷേ ഭയങ്കര കൊല്ലം നഷ്ടമായിരുന്നു. അത് 2 കൊല്ലത്തെ പ്രിലിമിനറി ഉണ്ട്, അതിൻ്റെ 3 കൊല്ലം മെയിനും ഉണ്ട്. അപ്പോൾ 5 കൊല്ലം ഡിഗ്രിയുടെ അതാണത് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കിഷ്ടമായിരുന്നു ആ കോഴ്സ്. ആ കോഴ്സ് എടുത്തു, അതിലെനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടി. പക്ഷെ പിന്നെ ഞാൻ അറിയണത് BAക്ക് ഇക്വലൻ്റ് ആവണമെങ്കിൽ Part 1 ഇംഗ്ലീഷും കൂടി എഴുതിയെടുക്കണം. അപ്പോൾ വീണ്ടും Part 1 ഇംഗ്ലീഷ് എഴുതി. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, എന്തിനാ പഠിക്കണേ, MAക്ക് രജിസ്റ്റർ ചെയ്യൂ. അങ്ങനെ MAക്ക് രജിസ്റ്റർ ചെയ്തു, മലയാളം MAക്ക്. അതല്ലേ നിവൃത്തിയുള്ളൂ, മറ്റൊക്കെ എനിക്ക് ട്യൂഷൻ വേണ്ടി വരും. ഇംഗ്ലീഷ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും തന്നെ ആവില്ല, ഇതെനിക്ക് തന്നെയാവും. അപ്പോൾ മലയാളം MAക്ക് ചേർന്നപ്പോഴും ആശങ്കകളുണ്ടായിരുന്നു. ലിംഗ്വിസ്റ്റിക്സ് പോലെയുള്ള സബ്ജക്റ്റ്, ഗ്രാമർ, സംസ്കൃതം, സംസ്കൃതമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും, തന്നെ പറ്റില്ലല്ലോ. KP നാരായണ പിഷാരടി, CL ആൻ്റണി, പ്രൊഫസർ CL ആൻ്റണി, ഇവരൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരായി മാറി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അവരുടെ വീട്ടിൽ ചെല്ലും ട്യൂഷനായിട്ട്. ട്യൂഷനൊന്നും അവർ പേര് വിളിക്കില്ല, അവരുടെ അടുത്ത് പോയിരിക്കും. അപ്പോൾ പറഞ്ഞുതരും ഓരോന്നൊക്കെ, ശാകുന്തളം, ഗ്രാമർ ഒക്കെ പറഞ്ഞുതരും. ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിക്കാൻ പ്രൊഫസർ CL ആൻ്റണി. ഞാൻ CL ആൻ്റണി മാഷെ അടുത്ത് പറയും, മാഷെ ഞാനിതൊക്കെ പാസ്സാകുമെന്ന്, ഇതൊക്കെ ഭയങ്കര
പഠിക്കണ്ടേ. അപ്പോൾ മാഷ് പറയും സാറാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗേറ്റിൽ നിൽക്കുകയാണ്, സങ്കല്പിക്കൂ. ഞാൻ സങ്കല്പിച്ചു. ഇവിടുന്ന് എങ്ങനെയാ തൃശ്ശൂർക്ക് എത്തുക? അവിടെ നിന്ന് ആദ്യം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, ബസ്സിൽ കയറണം, പോകണം, തൃശ്ശൂർ എത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണ്. പിന്നെ മാഷിന്റെ ട്യൂഷൻ ഭയങ്കര രസമാണ്. മാഷിക്ക് ഒരു സ്പെയർ പാർട്സ് കടയുണ്ട് പട്ടാള റോഡില്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകും. അപ്പൊ അത് പുരുഷന്മാരുടെ ലോകം കേട്ടോ. സ്പെയർ പാർട്സുകളും കാറിന്റെ സാധനങ്ങളും വണ്ടികളുടെ ഒരു ലോകമാണ്. അവിടെ നിന്നൊരു പെൺകുട്ടി ജമ്മത്ത് എത്തി നോക്കുക പോലും ഇല്ല. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ മാഷിക്ക് ഭയങ്കര തിരക്കാവും. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് നേരം കിട്ടും. അപ്പൊ എന്നെ അവിടെ ഒരു സ്റ്റൂളിലിരുത്തും. എന്നിട്ട് മാഷ് പറയും, പ്രൊഫസർ CL ആന്റണിയാണെന്ന് ആലോചിക്കണം, നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ഈ ഗ്രാമർ ലിംഗ്വിസ്റ്റിക്സ് ഒന്നും നീ ഇത് നോക്ക്, നട്ട് ബോൾട്ട് ഇങ്ങനെയുള്ള സാധനം ഇതൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴാണ് വണ്ടി ഓടണേ. ഫിറ്റ് ചെയ്യലാണ് ഗ്രാമർ, ഇത് ഫിറ്റ് ചെയ്യലേ വേണ്ടു. അങ്ങനെ മാഷ് പറയും. ആദ്യമായിട്ട് ഒരു കഥ വന്നത് മാഷ് കാട്ടി കൊടുത്തപ്പോൾ മാഷ് കുറേ നേരം ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, നീ നല്ല ക്രിസ്ത്യാനി ആവാനാണോ നല്ല എഴുത്തുകാരി ആവാനാണോ തീരുമാനിച്ചേക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് നല്ല എഴുത്തുകാരിയായി മതി എന്ന് പറഞ്ഞു. എന്നാ നിന്നെ പള്ളിന്ന് പുറത്താക്കും. എന്നെ ഭയങ്കര രസമായിരുന്നു. KP നാരായണപിഷാരി മാഷ് പിന്നെ ഇത്തിരി ആ ഒരു ലെവലാണല്ലോ. എന്നാലും എന്നെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് സമ്മതമായിരുന്നു, ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവരുടെയൊക്കെ ഹെൽപ്പ്. പിന്നെ കഥ വന്നത് എങ്ങനെയാ? ആദ്യത്തെ കഥ വരുന്നതിന് മുമ്പ് കുഞ്ഞു കുഞ്ഞായിട്ട് ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കഥയുടെ രൂപത്തിലും കവിതയുടെ രൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കവിതകളാണ് ആദ്യം എഴുതിയത്, കഥയല്ല. അപ്പോൾ അതിൽ തന്നെ കുറേയധികം എന്താ പറയുക കവിതകൾ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം കഥ വരുന്നത്. ആദ്യത്തെ കഥ എനിക്ക് തോന്നുന്നു കാമ്പിശ്ശേരി കരുണാകരനാണ് ഒരു ആദ്യത്തെ കഥ പബ്ലിഷ് ചെയ്യുന്നത് ജനയുഗത്തില്. പക്ഷെ അതിനു മുമ്പ് ചന്ദ്രിക ആഴ്ച പതിപ്പിലേക്ക് ഞാനൊരു കഥ എഴുതി അയച്ചിട്ടുണ്ടെന്ന് ഇന്നാള് ഇയാളെ കണ്ടപ്പോൾ പറയണ്ടായി. കാനേഷ് പൂനൂര് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ചന്ദ്രികയിലാണ് നിങ്ങളുടെ ആദ്യത്തെ കഥ വന്നതെന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയൊന്നും ഇല്ല, കഥയുടെ പേരും ഓർമ്മയില്ല, കഥയും ഓർമ്മയില്ല. ഇനിയിപ്പോൾ എങ്ങാനും അങ്ങനെ കൊടുത്തിട്ടുണ്ടോന്നും അറിയില്ല. പക്ഷെ ഉണ്ടാവും, അല്ലാതെ അങ്ങനെ പറയില്ലല്ലോ, അവകാശവാദം പറയില്ല. അതല്ലെങ്കിൽ ഞാൻ അയച്ചത് ജനയുഗത്തിൽ വരാൻ വൈകിയതാവാം, അങ്ങനെയും ഉണ്ടാവാം. അപ്പം അത് കാമ്പിശ്ശേരി കരുണാകരൻ്റെ ഒരു കത്ത്. ഞാനന്ന് തൂലികാനാമത്തോട് എനിക്ക് ഭയങ്കര ഭ്രമമായിരുന്നു. ഉറൂബ് എന്നൊക്കെ എന്തൊരു പേരാണിത്. അതുപോലെ പല തൂലികാനാമങ്ങളും. അപ്പം ഞാൻ തീരുമാനിച്ചു. പിന്നെ എനിക്ക് സാറ എന്നുള്ള പേര് പോരാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പേര് അല്ലേ, ആര് ശ്രദ്ധിക്കാനോ ഈ ഒരു പേര്. പിന്നെ റകാരം അതൊക്കെ കൊണ്ട് എന്താ ഇപ്പം ഇതിനെ ചെയ്യാന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കാർത്തിക എന്ന് പറയുന്ന ഒരു തൂലികാനാമം സ്വീകരിച്ചു. അത് കാർത്തിക പേര് കോമൺ ആണ്? അല്ല, കാർത്തിക എൻ്റെ നാളാണ്. അപ്പോ അമ്മ പറഞ്ഞു എൻ്റെ നാള് കാർത്തികയെന്ന് പറഞ്ഞു. അപ്പോൾ കാർത്തിക എന്നുള്ള പേര് തൂലികാനാമം ഇട്ടിട്ട് കഥ അയച്ചു. അപ്പൊ കാമ്പിശ്ശേരി മാഷ് പച്ചമഷിയിലുള്ള മനോഹരമായ കൈയക്ഷരത്തിലെ ഒരു കത്ത്. കുട്ടിയുടെ കഥ ഒന്നതിൻ്റെ കഥ അടുത്ത് തന്നെ കൊടുക്കും. പിന്നെ കാർത്തിക എന്ന പേര് വേണ്ട, സ്വന്തം പേരിൽ തന്നെ എഴുതിക്കോളൂ, നല്ല പേരല്ലേ എന്നുള്ള മട്ടില് സ്വന്തം പേരിൽ എഴുതിയാൽ മതി. തന്നെയല്ല കാർത്തിക എന്നുള്ള പേരിൽ വേറെ ആരും ഉണ്ട് ആ സമയത്ത്. അപ്പോഴാണ് ആലോചിച്ചത് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അടുത്ത കഥ അയക്കുമ്പോൾ. അത് ഈ പേര് മാറ്റുമ്പോഴേ ഈ സ്വത്ത് പ്രതിസന്ധി ഉണ്ടായിരുന്നു? സാറേ പക്ക ക്രിസ്ത്യൻ ഇല്ല, എനിക്കിഷ്ടായി, സന്തോഷമായിരുന്നു. കാർത്തിക സാറ പോയി കാർത്തിക വരില്ലേ, അത് സന്തോഷമായിരുന്നു. ഫുൾ നെയിം എന്തായിരുന്നു അന്ന്? സാറ PL അപ്പൻ പൂക്കോട ലൂയിസ്. അപ്പോൾ ഇനി പിന്നെ എന്ത് എന്നുള്ളതാണ്. ഈ കല്യാണം കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വീടുകളിൽ ഒരു ഇതുണ്ട്, ഭർത്താവിൻ്റെ പേര് കൂടെ ചേർക്കല്. അത് വലിയൊരു കുലചിഹ്നം പോലെ. അത് പേര് ചേർത്തിരിക്കണം എന്നൊക്കെയാണ്. ആ പേരിലാണ് ഇപ്പോൾ നമ്മൾ വീടുകളിലെ തറവാടുകളിലൊക്കെ അങ്ങനെയാണ്. ജോസഫിന്റെ ഭാര്യ എന്നുള്ളതാണ്, അല്ലാണ്ട് സാറയ്ക്ക് അവിടെ പ്രസക്തിയൊന്നുമില്ല. അപ്പോ അങ്ങനെയാണ് ജോസഫ് എന്നുള്ള പേര് കൂട്ടിച്ചേർത്തിട്ട് അടുത്ത ഒരു ലക്കത്തില് വരുന്നത്. അത് ജനയുഗത്തില് വന്നത്. ജനയുഗത്തിലെ ആദ്യത്തെ കഥ ജനയുഗത്തിലാണ് വന്നത്. മാതൃഭൂമി ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം. മാതൃഭൂമിയില് നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിലേക്ക് ഞാനൊരു 2 കഥ അയച്ചത് പബ്ലിഷ് ചെയ്തില്ല. അപ്പൊ നിരാശ, തിരിച്ചു വന്നൂല, പബ്ലിഷ് ചെയ്തൂല. അപ്പൊ നിരാശയായിരുന്നു. മൂന്നാമതൊരു കഥ എഴുതി, ബക്ഷീഷ് എന്നാണ് അതിന്റെ പേര്. അത് അയച്ചു കൊടുത്തു, അത് വന്നു. പിന്നെ ഇതിനൊക്കെ ശേഷം അതിന്റെ ഇടയ്ക്ക് ആഴ്ചപ്പതിപ്പ് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ
ഈ പത്രം, പത്രാധിപര്, പത്രസ്ഥാപനം ഒരു പിടിയില്ലാത്ത സംഗതിയാണ്. ഇതേതോ അജ്ഞാത മേഖലയിൽ ഇരിക്കുന്ന എന്തോ ഒരു വലിയ സംഭവം. അവിടേക്ക് നമുക്ക് കടക്കാൻ തന്നെ അർഹതയുണ്ടോ എന്ന് അറിയില്ല. അവിടേക്കാണ് നമ്മുടെ കഥ പോകുന്നത്. അതിൽ അച്ചടിച്ച് വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു എന്നോട് തന്നെയുള്ള ഒരു ബഹുമാനം, അല്ലെ, എന്നോട് തന്നെയുള്ള ഒരു ആദരവും ഒക്കെ ആയിരുന്നു സംഭവം. വീട്ടിലെ റെസ്പോൺസ് എന്തായിരുന്നു കഥ പബ്ലിഷ് ചെയ്തൊക്കെ വരുമ്പോ? വീട്ടില് ജോസഫേട്ടൻ്റെ വീട്ടില് അവർക്ക് എന്ത് കഥ, എന്ത് കവിത, അല്ല ഒരു ശല്യം. ജോസഫേട്ടൻ അങ്ങനെയല്ല, ഇയാൾ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ തന്നെയല്ല കുറച്ചൊക്കെ ഒരു പ്രശസ്തി അങ്ങനത്തെ ഒക്കെ ഒരു ലൈനാണല്ലോ. അത് മൂപ്പർക്ക് വലിയ വിരോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുവേണ്ടി സമയം മെനക്കെടുത്തുന്നതിനോട് ബുദ്ധിമുട്ടായിരുന്നു. എഴുതാൻ വേണ്ടി ഇരിക്കുക, ഇത് പബ്ലിഷ് ചെയ്ത് വരിക. അല്ലാതെ ഇപ്പൊ പബ്ലിഷ് ചെയ്ത് വന്ന് വായിച്ച് പുലിവാലുണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല. അതൊന്നും അവരെ ഏശിയിരുന്നില്ല. പിന്നെ വായിക്കണ്ടാവില്ലേ, അതാണ്. അല്ല, ക്രിസ്ത്യാനികൾ വായിച്ചാൽ, ക്രിസ്ത്യാനികളല്ല, എൻ്റെ വീട്ടു പരിസരത്തുള്ള ക്രിസ്ത്യാനികൾ വായിച്ചാലേ പുലിവാല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതെ, അതനുഗ്രഹമായി. പക്ഷേ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതായത് അവർക്കിതല്ല പ്രശ്നം, വേറെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഇതിനു വേണ്ടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ പ്രശ്നം. അച്ഛനും അമ്മയ്ക്കോ? എൻ്റെ അപ്പനെ പാവം. എൻ്റെ അപ്പൻ, ഞാൻ കുട്ടി പിന്നെ ആദ്യം എഴുതിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഈ മലയാളം എക്സ്പ്രസ്സിൽ കവിതയായിട്ടും കുഞ്ഞു കഥയൊക്കെ ആയിട്ട് വന്നു. എൻ്റെ അപ്പൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്, പെട്ടെന്ന് മരിക്കേണ്ടായി. എന്നിട്ട് ഞങ്ങളുടെ അപ്പൻ്റെ ഓഫീസ്, വാടകയ്ക്കുള്ള ഓഫീസ് വിട്ടുകൊടുക്കുമ്പോൾ അപ്പൻ്റെ അലമാരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ. അങ്ങനെ അപ്പൻ്റെ അലമാരി തുറന്നപ്പോൾ ഒരു ഫയല്, ആ ഫയലിൽ ഇത് മുഴുവൻ വെട്ടിയെടുത്ത് സൂക്ഷിച്ചിരിക്കുക. അപ്പൻ വലിയ സാഹിത്യമൊന്നുമല്ല, എൻ്റെ അച്ചടിച്ചു വന്ന സാധനങ്ങൾ എന്നുള്ള രീതിയിൽ. പിന്നെ ഭയങ്കര ബഹുമാനായിരുന്നു. അമ്മ വായിക്കുമായിരുന്നോ? ഇല്ല, അമ്മ വായിക്കൊന്നുമില്ല. അമ്മ 2ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയതാണ്. അമ്മേനെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് അമ്മ പറയണത്. അമ്മ പറയണ എനിക്കുള്ള അറിവ് നിങ്ങൾക്കില്ല, പിന്നെന്താ എന്നാ ചോദ്യം. അമ്മ ഈ പഴയ പാടം തോടൊക്കെ ഉള്ളൊരു വീട്ടിലായിരുന്നേ. അപ്പൊ കുട്ടികൾ ഇങ്ങനെ 2ാം ക്ലാസ്സിൽ പോകുമ്പോൾ തോടിന്റെ വരമ്പ് പൊട്ടിയിട്ട് അമ്മ ഒലിച്ചു പോയി. അതിൽ അമ്മയ്ക്ക് പേടി പിടിച്ചു. എന്നിട്ട് പിന്നെ സ്കൂളിൽ പോകാണ്ടായി. അപ്പൊ അമ്മയുടെ വിദ്യാഭ്യാസം 2ാം ക്ലാസ്സിൽ ഒതുങ്ങി. പക്ഷെ അമ്മ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അമ്മ വായിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് വലിയൊരു വായന. പക്ഷെ രമണനൊക്കെ കാണാപ്പാടാ, കേട്ട് പഠിക്കും. രമണൻ മുഴുവൻ അറിയാം. ഞങ്ങള് ഉച്ചയുറക്കത്തിനൊക്കെ കിടത്തുമ്പോ പാടിത്തരുന്ന രമണനൊക്കെയാ. കവിതകളിൽ തുടരാതിരുന്നേ? അത് എനിക്ക് തോന്നി. ആദ്യം കവിതയൊക്കെ നല്ലതാന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഈ അന്നൊക്കെ കവി സദസ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കവിത ചൊല്ലും. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ആദ്യം വരുന്നതൊക്കെ ഉണ്ടാവാം, നല്ലതാന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്കും തോന്നിയിരുന്നു കുഴപ്പമൊന്നുമില്ല. ചില കവിതകൾ മാതൃഭൂമിയിലൊക്കെ വന്ന കവിത സമസ്ത കേരള സാഹിത്യ പരിഷത്തിന് 1ാം സമ്മാനം അതിനായിരുന്നു. പഥികന്റെ ഗീതം എന്നൊക്കെ പറഞ്ഞിട്ട് കവിത. പക്ഷെ എനിക്ക് തോന്നി എനിക്ക് കുറച്ചും കൂടിയും എൻ്റെ ആവിഷ്കാരം സാധിക്കാൻ കുറച്ചും കൂടി അയഞ്ഞ കുറച്ചും കൂടി സ്ഥലം വേണം തോന്നി കവിതയിൽ. അതെ, ഇറുകി മുറുകി ഉള്ള ഒരു അതിന് പകരം ഒന്നും കൂടി ഒരു അയഞ്ഞ ഒരു സ്ഥലം, അത് കഥ പറയുമ്പോഴായിരിക്കും എന്ന് തോന്നി. ടീച്ചർ എഴുത്തിലല്ലാണ്ട് കഥ നറേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നോ? അല്ല, ഇല്ല, എഴുത്തിലാണ്. എനിക്ക് വിഷമ നരേഷൻ. ഇപ്പോൾ നമ്മൾ അങ്ങനെ എന്നോടിപ്പം ഞാൻ എഴുതിയൊരു കഥ പറയാൻ പറഞ്ഞാൽ ഒരു വാചകം പോലും എനിക്ക് കിട്ടുന്നുണ്ടാവില്ല. എഴുത്തുകൂടെ തന്നെയാ വരുള്ളൂ. അത് ഇപ്പൊ പിള്ളേര് പറയും എന്നോട് കഴുത്ത് വേദനയാണെന്നൊക്കെ പറയുമ്പോഴേ അമ്മയ്ക്ക് എന്നാ പറഞ്ഞിട്ട്, ഗൂഗിളിൽ ഇപ്പൊ അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, പറഞ്ഞാൽ എഴുതി തരണത്, അതെനിക്ക് പറ്റില്ല. വേറെ ഇപ്പോൾ മനില പറയാണ് ടീച്ചർ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പേരും കൂടി ഇരുന്നാലും എനിക്ക് വരില്ല. എഴുതന്നെ, അതെ അതെ, പേപ്പറിൽ തന്നെ എഴുതണം, അതേ പറ്റുള്ളൂ. അതൊരു രഹസ്യാത്മകമായ ഒരു സ്വാർത്ഥത നിറഞ്ഞൊരു പ്രവർത്തനമാണ് ശരിക്കും. എന്നെ ഇപ്പൊ പിള്ളേരൊക്കെ എത്തി നോക്കിയാൽ ഞാൻ പേന അവിടെ താഴേക്കും. നമ്മൾ എഴുതുന്നിടത്ത് വന്നിട്ട് എത്തി നോക്കുക വെച്ചാൽ ഞാൻ അവിടെ പിന്നെ കാണിക്കില്ല. പ്രാർത്ഥന പോലെയാ. പിന്നെ തന്നെ നമ്മൾ സ്കൂളിലെ പിള്ളേര് നോക്കി എഴുതാൻ വരില്ലേ ചില പിള്ളേര് നമ്മുടെ ഉത്തരങ്ങള്, അപ്പൊ നമ്മള് മൂടി വെക്കില്ലേ, എന്ന മാതിരി മൂടി വെക്കും. എന്നിട്ട് മലയാളം വിദ്യ പഠിക്കുമ്പോൾ നമ്മൾ കുറെ സാഹിത്യ കൃതികൾ മലയാളത്തിൽ ഒരുപാട് വായിക്കണം. പ്രത്യേകിച്ച് അതിന്റെ ഏൻഷ്യൻ പേപ്പേഴ്സ്, അതാണ് അടിത്തറ ഉണ്ടാക്കിയത്. ഒരു പക്ഷെ ഞാൻ BA മലയാളത്തിനെ ചേർന്നിരുന്നതെന്ന് വെച്ചാൽ അത്ര ശക്തമായ ഒരു അടിത്തറ എനിക്ക് കിട്ടുമായിരുന്നില്ല, മനസ്സിലായില്ലേ.
മലയാളം വിദ്വാൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ കട്ടി സിലബസാണ് അന്ന് ഞാൻ ചെയ്തിട്ടുള്ള സിലബസ്. പിന്നെ അതിൻ്റെ കൂടെ സബ് സംസ്കൃതം. അപ്പം എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം ഒരു കവിയെ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക. ഒരു കവിതയുടെ വൈലോപ്പിള്ളിയുടെ ഒരു കവിത പഠിക്കാണ്ടെങ്കിൽ ആ കവിയെ അങ്ങ് പഠിക്കും, മനസ്സിലായില്ലേ? അതും കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത് രീതിയും കൂടിയായിരുന്നു. എല്ലാവരും പഠിക്കാൻ ഇഷ്ടമുള്ളവരുടെയൊക്കെ രീതിയായിരുന്നു. അപ്പം അന്ന് എന്ന് പറഞ്ഞാൽ വേറെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ തൃശ്ശൂർ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു കുറുപ്പർ റോഡിൽ. അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ മലയാളം വിദ്വാൻ കോഴ്സിന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജോയിൻ ചെയ്തു. ഒരു കുറുപ്പ് മാഷ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അവിടെ സംസ്കൃതം പഠിക്കാൻ ആളുടെ സഹായം വേണേനും, മനസ്സിലായില്ലേ? അപ്പം അത് എനിക്ക് ഉച്ചവരെ ഷിഫ്റ്റായിരുന്നു തിരൂർ സ്കൂളിൽ. 12:30 കഴിയും. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ പോയാൽ മതി. അപ്പം അങ്ങനെ. പിന്നെ സാഹിത്യ അക്കാദമിയാണ് ഒരു പക്ഷേ എൻ്റെ സർവകലാശാല എന്ന് പറയാം. അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ അന്നത്തെ ലൈബ്രറിയും ഭാസ്കരൻ മാഷ്, പിന്നെ സുമാരേട്ടൻ, അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും, മാധവിക്കുട്ടി, അങ്ങനെ ശാന്ത മാധവിക്കുട്ടി, അങ്ങനെയുള്ള പിള്ളേര്, ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്യും പുസ്തകങ്ങൾ എടുക്കാനും തരാനും ഒക്കെ. അന്ന് ഈ സാഹിത്യ അക്കാദമി അല്ല, 4 വരാന്തയുള്ള പഴയ കെട്ടിടമായിരുന്നു. അപ്പോൾ ആ വരാന്തയിൽ ഒരു ബെഞ്ചും ഡെസ്കും ഇതുപോലെ റെഫർ ചെയ്യാൻ വരുന്നവർക്കുള്ളതാണ്. നല്ല കാറ്റും നല്ല സുഖം അവിടെ ഇരുന്ന് റെഫർ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ അറ്റത്താണ് പിന്നെ എന്താ പറയുക, അക്കാദമി മെമ്പേഴ്സിൻ്റെ മുറി. അപ്പോൾ ബഷീർ അതുപോലെയുള്ള അധികായന്മാരുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആ റൂമിലേക്ക് പോകുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ തലയിലൊക്കെ തട്ടിയിട്ട് പോകും ബഷീർ. അപ്പോൾ അങ്ങനെ ഒരു സംസാരിക്കാനൊക്കെ നമുക്ക് പേടിയാണ്, പക്ഷെ അവർക്ക് നമ്മളോടൊരു നല്ല വാത്സല്യം ഉണ്ടായിരുന്നു. പിന്നെ കേരളവർമ്മ കോളേജിലെ കുട്ടികളും അവിടെ റെഫർ ചെയ്യാൻ വരും. അപ്പോൾ ആ കുട്ടികളും ഞാനും തമ്മിൽ ചില കൊള്ളക്കൊടുക്കകൾ ഉണ്ടായിരുന്നു. അതായത് ഞാൻ തയ്യാറാക്കുന്ന നോട്ട്സ് ഞാൻ അവർക്ക് കൊടുക്കുക, അവരുടെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ നോട്ട്സ് എനിക്ക് തരും. അങ്ങനെയൊക്കെ കുട്ടികളായിട്ട് അതിൽ ഹിരണ്യ മാഷ്, അതുപോലെ തന്നെ നമ്മുടെ JR പ്രസാദിന്റെ ഭാര്യ വസന്ത, അവരൊക്കെ അന്ന് കേരളവർമ്മയിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ വരും, അവരുമായിട്ട് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ഒരു വിദ്യാഭ്യാസത്തിന്റെ അതെ വിദ്യാഭ്യാസത്തിന്റെ ഒരു എന്താ പറയാ, സ്വയം കണ്ടെത്തൽ എന്ന് പറയാം. അങ്ങനെയാണത്. ഈ കോളേജ് ക്യാമ്പസ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കാൽപ്പനികമായിട്ട് ആൾക്കാർ ഇപ്പോഴും പറയില്ല, അത് മിസ് ചെയ്തിരുന്നു ആ സമയത്ത്? അല്ല, എനിക്ക് സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അതായത് എന്നെ കൊണ്ട് കൂടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലേറ്റവും രസകരമായൊരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ TTCക്ക് പഠിക്കുമ്പോൾ ഗീതമോളെ പ്രഗ്നന്റ് ആയിരുന്നു, മൂത്ത മകളെ. അവളെ പ്രഗ്നന്റ് ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ അവളെ പ്രസവിച്ച് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും പഠിക്കാൻ വന്നത്. MAക്ക് പഠിക്കുമ്പോൾ സംഗീത പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വലിയ വയറും വെച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോണത്. അപ്പോൾ കമന്റുകൾ ഇങ്ങനെ വരും, ഈ ചേച്ചി ഏത് പരീക്ഷ ആദ്യം എഴുതുക? ഇപ്പോഴും ഞാൻ ഓർക്കേണ്ടത് കമന്റുകൾ സൈഡിൽ നിന്ന്, ഈ ചേച്ചി ഏത് പരീക്ഷ ആദ്യം എഴുതുക? കേരളവർമ്മയിലായിരുന്നു എൻ്റെ പേപ്പർ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടികളുടെയും ഒക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഹെൽപ്പല്ല, നമ്മൾ അങ്ങോട്ട് സംവദിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. പിന്നെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഉണ്ട്. ഈ കുട്ടികൾ പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞപ്പോഴാ, അപ്പൊ അതിന്റെ ഇടയിൽ പഠനം, വായന എന്ന് പറയുന്നത് അതൊരു ടാസ്ക് ആയിരുന്നില്ലേ? പഠനം, വായന, കുടുംബം, ഉദ്യോഗം, ഇതെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ള അത്ഭുതം എനിക്കുണ്ട്. അതിന് മനക്കരുത്ത് മാത്രമാണ് അതിന് വേണ്ടു, ശാരീരികമായ കരുത്ത് പോലും ഒന്നുമല്ല. നമ്മൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടല്ലോ. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായേ പറ്റുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല വളരേണ്ടത് എന്നുള്ള, അതെൻ്റെ ഗീതയുടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗീത കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ അവളാണ് എൻ്റെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആള്. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൃഷിയും സംഗതികളൊക്കെ ആയിട്ട് പോവുകയാണ്. തന്നെയല്ല അവർക്കും എനിക്ക് കോമൺ ആയിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ല. അപ്പൊ ഈ മോളും ഞാനുമാണ് എപ്പോഴും ഒറ്റക്കെട്ട്. അപ്പൊ അവളിങ്ങനെ ഈ കരിമെഴുകിയ നിലത്തിരുന്ന് മൂത്രമൊഴിച്ചിട്ട് ചന്തിയിലും തൊടയിലൊക്കെ കരിയായത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇങ്ങനെയല്ല എൻ്റെ പിള്ളേർ വളരണ്ടേ, കുറച്ചും കൂടി സൗകര്യം അവർക്ക് വേണം, അവരത് അർഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അറിവിനുള്ള ആഗ്രഹം മാത്രമായിരുന്നില്ല,
എൻ്റെ മേലേക്ക് പോകണം അതിൻ്റെ ജീവിതത്തിനെ രൂപപ്പെടുത്തുന്നതിനും കൂടി എനിക്കത് അനിവാര്യമായിരുന്നു. അപ്പം ഞാനത് കഠിനമായിട്ട് അതിനു വേണ്ടി ബുദ്ധിമുട്ടി, പകൽ. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, ജോസ്ബൻ്റെ അമ്മ, അവർ അറിവിനെ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. വലിയ അറിവൊന്നുമില്ല, അല്ല പഠിപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ അവർക്ക് അറിവ് ആർജിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഭ്രാന്താണ്. ഏത് വിധത്തിലായാലും. ചിലപ്പോൾ പൊട്ടറിവൊക്കെ ആയിരിക്കും. രാമൻ സീത അവളുടെ ഇഷ്ടപ്രകാരമല്ലേ രാവണന്റെ കൂടെ പോയി എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള അമ്മയാണ് കേട്ടോ. നിങ്ങൾ എന്താ ഈ പറയണേ, രാവണൻ കട്ടുകൊണ്ട് പോയതൊന്നല്ല, ആ ശ്രീകൃഷ്ണല്ലേ ആ സ്ത്രീ പോവോ, അപ്പൊ എന്തിനാണ് ആ വലയം കവച്ചു വെച്ചതെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള അങ്ങനെ ചോദിക്കുക. അതുപോലെ എല്ലാത്തിനും നെഗറ്റീവ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോ പറയില്ലേ, മറുവശത്തുനിന്ന് ചിന്തിച്ച് നോവലുകൾ എഴുതുന്ന പരിപാടി, അതമ്മ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ അമ്മയെ പറ്റി വലിയ ബഹുമാനമൊന്നുമില്ല. എങ്ങനെയാണ് ഗർഭം ഉണ്ടായെന്നാണ് ചോദിക്കുക, മനസ്സിലായില്ലേ? പിന്നെ വലിയ ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ പക്ഷെ പഠിക്കാൻ പോണേനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിച്ച പിള്ളയെന്ന് പറയും, അങ്കമാലിക്കാരിയാണ്, പിള്ള പഠിച്ചോ എന്ന് പറയും. ചിലപ്പോൾ അത് പറയും. കലാപ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ ഇഷ്ടമില്ല, അത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു എനിക്ക്, പഠിക്കാനുള്ള സമയം തരാനും സപ്പോർട്ട് ചെയ്യാനും. കലാപ്രവർത്തനം എന്ന് പറയുമ്പോൾ നാടകത്തിലൊക്കെ അല്ല, അന്നൊക്കെ എനിക്ക് കുട്ടിയിൽ തൊട്ട് ഡാൻസ്, പാട്ട് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ആകെയുള്ള പൊതുസ്ഥലം പള്ളിയാണ്. അപ്പം ആ പള്ളിയിൽ പല ഒക്കേഷനുകളിൽ പാട്ട് വരുമ്പോൾ, ഡാൻസ് വരുമ്പോഴൊക്കെ ഇതെന്താ മഴയുടെ ശബ്ദം, പാട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള ചാൻസ് കിട്ടുമ്പോൾ അതിന് പള്ളിയിൽ ഓരോ ഒക്കേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നെ ആവിഷ്കരിക്കാനാണേ, മനസ്സിലായില്ലേ? നമ്മൾ കെട്ടിക്കിടക്കുകയാണല്ലോ ഇവിടെ. അപ്പൊ എൻ്റെ ശബ്ദം കേൾക്കുന്നത്, എനിക്ക് പള്ളിക്കകത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു. മൈക്കിൽ കൂടെ എൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പാടുമായിരുന്നു, കുറച്ചൊക്കെ പാടുമായിരുന്നു, കുറച്ച് പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പാടും, എനിക്ക് പാടാൻ ഇടയില്ല. മൂളിപ്പാട്ട് മാത്രമേ വീട്ടിൽ പാടാൻ പറ്റുള്ളൂ. അതും എന്തോ ഒരു അഹമ്മദി എന്നുള്ള രീതിയിൽ കാണുന്ന ആളുകളുടെ ഇടയിൽ എനിക്ക് പാടാൻ കഴിയുന്ന ഒരു അതും പള്ളിയിലെ നിശബ്ദതയിൽ നമ്മൾ പാടുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഞാൻ ചില കവിതയൊക്കെ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് പൊട്ട ട്യൂണൊക്കെ ചെയ്ത് ഞാൻ തന്നെ പാടും. ഓർമ്മയില്ല, അത് കർത്താവിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ പള്ളിക്ക് എന്താ ആവശ്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ആ ഒരു അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ പൂമലയ്ക്ക് എത്തണം. പള്ളി പൂമലയിലാ. ഞങ്ങള് അതിന്റെ ഏറ്റവും താഴെയുള്ള താഴ്വാരത്താണ്. അവിടുന്ന് ഒരു കുന്ന് കയറി വേണം പൂമലയ്ക്ക് പോവാൻ. ഒരുപാട് സമയം വേണം. എന്നിട്ട് പിന്നെ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് കലാപ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ പിന്നെ മട്ടനും ചോറൊക്കെ ആയിണ്ടാവും, അല്ലെങ്കിൽ ബീഫും ചോറൊക്കെ ആയിണ്ടാവും. അത് ഇവരല്ലേ പണിയെടുത്തേ, ഞാൻ കലാപ്രവർത്തനത്തിലല്ലേ, അത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള കുറെ വിയോജിപ്പുകൾ, അത് അത്രയേ ഉള്ളൂ. പക്ഷെ അമ്മ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മയാണ് എനിക്ക്. പിന്നെ ജോസ്പേട്ടൻ നിശബ്ദമായിട്ട് ഏതുവരെ പഠിക്കാനും അദ്ദേഹത്തിന് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. വിരോധത്തിൻ്റെ അല്ല, അത് വേണം എന്നുള്ള ഒരു ഇതായിരുന്നു. മൂപ്പരിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പാസ്സാവുന്നത് നല്ല നിലയിലാണ്. അപ്പം മൂപ്പരിക്ക് അതിന് തടയാൻ തോന്നിയിട്ടില്ല. പിന്നെ പഠിക്കാനേ കൊള്ളൂ, മനസ്സിലായില്ലേ? ഒരാളെ പഠിക്കാനേ കൊള്ളൂ വെച്ചാൽ അതിന് വിടണല്ലോ. എന്നിട്ട് ഈ വിദ്വാൻ പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയുടെ മാഷ് പാർട്ട് 1 എഴുതാൻ പറഞ്ഞു. ഞാൻ പാർട്ട് 1 ഇംഗ്ലീഷ് എഴുതി. അത് കഴിഞ്ഞ് MA ചേർന്നു പ്രൈവറ്റായിട്ട്. അതായത് 10 കൊല്ലം ഞാൻ 68 to 78 ഞാൻ തിരൂർ സ്കൂളിൽ ജോയിൻ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മലയാളം വിദ്വാൻ BA പാർട്ട് 1 MA ദെൻ PSC എക്സാമും എഴുതി. 78 മാർച്ചിൽ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ജീവിതയാത്രയാണ് അതിലുണ്ടായത്. അതിനിടയ്ക്ക് മക്കള്, കുടുംബം, ജോലി, 3 കുട്ടികള്. എന്നിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോഴേ, അതായത് നമ്മൾ ഈ സോക്കോൾഡ് അക്കാദമിക് ലൈനിൽ കൂടെ അല്ലല്ലോ ടീച്ചർ വന്നത്. എന്നിട്ട് കോളേജ് അധ്യാപികയായിട്ട് മാറുന്ന സമയത്ത് എന്താ തോന്നിയത്? വലിയ പരിഭ്രമം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പരിഭ്രമം ഭാഷാപരം തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ തൃശ്ശൂർ ഭാഷയും കൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. കോളേജിന്റെ അന്തരീക്ഷം എന്താന്നുള്ളത് എനിക്ക് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അനുഭവിച്ചിട്ടില്ല. പിന്നെ എൻ്റെ വിചാരം, ഈ കുട്ടികൾക്കൊക്കെ നല്ല അറിവുണ്ടാവുമല്ലോ. നമ്മൾക്ക് ഈ പരിമിതമായ പ്രൈവറ്റ് ജോലിയുടെ അറിവല്ലേ ഉള്ളൂ, അല്ല പ്രൈവറ്റ് പഠിത്തത്തിൻ്റെ അറിവല്ലേ ഉള്ളൂ. പിന്നെ ഒട്ടും പിന്നെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളൊന്നും എനിക്കില്ല. ഈ വീടും പഠിക്കുന്ന സ്ഥലമൊന്നും അല്ലാതെ കണ്ട്, ജോലി സ്ഥലമൊന്നും അല്ലാതെ കണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഇൻഹിബിഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു.
ക്യാമ്പസിൻ്റെ അന്തരീക്ഷം അറിയില്ല. ഭാഗ്യം എനിക്ക് പട്ടാമ്പിയിലായിരുന്നത്. കാരണം പട്ടാമ്പി ഈസ് എ വെരി ഡിഫറെൻറ്റ് പ്ലേസ്. ആരെ വേണമെങ്കിലും പൊളിറ്റിക്കലി ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമായിരുന്നു. മനസ്സിലായില്ലേ? തന്നെയുമല്ല പട്ടാമ്പി ഒരു ഗ്രാമമായതുകൊണ്ട് തന്നെ അവിടെ ഒരുപക്ഷെ എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് കുട്ടികളും അധ്യാപകരൊക്കെ നഗരത്തിലെ കോളേജ് അല്ലാത്തതുകൊണ്ട്. ദെൻ പിന്നെ നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ആദ്യത്തെ ക്ലാസ്സൊക്കെ എങ്ങനെയാ ലെക്ചർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതല്ലേ. UP സ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ മനസ്സിലാക്കിക്കണം. മനസ്സിലായില്ലേ? ഞാൻ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനുള്ള പല പ്രയോഗങ്ങളുണ്ട്. ആവർത്തിച്ച് ചൊല്ലി തന്നെ ഉറപ്പിക്കുക, ബോർഡിൽ എഴുതി പഠിപ്പിക്കുക. നിന്നെ അത് പഠിപ്പിച്ചിരിക്കും. അക്ഷരമാണെങ്കിൽ അക്ഷരം, വാക്കാണെങ്കിൽ വാക്ക്, കവിതയാണെങ്കിൽ കവിത. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമ്പ്രദായം അവിടെ ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നല് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടുത്തെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പഠിപ്പിക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, ശരിക്കും പഠിപ്പിക്കണം. ലെക്ചർ ചെയ്ത് പോന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ചെന്ന ഉടനെ MA ക്ലാസ് വരികയാണേ. ചിത്ര പഠിക്കുന്ന CP ചിത്ര, MA റഹ്മാൻ, അവരൊക്കെയാണ് ആദ്യത്തെ ക്ലാസ്. പക്ഷെ അവര് പോണ പോക്കാണ്. മാർച്ച് മാസമല്ലേ, മാർച്ച് എൻഡിലാ. അവിടെ പോയിട്ട് എന്തോ പറഞ്ഞു. അത് മഹാവിഡിത്തായിരുന്നു. പിന്നെ അവർക്ക് ചിരി വന്നിട്ടുണ്ടായിരിക്കും. അതെ, അതാണ് അവിടെ ആ ഒരു ഏതാനും ദിവസങ്ങൾ അതാണ്. പക്ഷെ പിന്നെ നമ്മൾ മനസ്സിലാക്കി എടുത്തു അങ്ങനെ ഇങ്ങനെ വേണം. കോളേജ് ജീവിതം ആ സമയത്താണ് അല്ലേ മാനുഷിയൊക്കെ രൂപപ്പെടുന്നത്? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. അതായത് 78-ലാണല്ലോ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇത് സംഭവിക്കുന്നത് 10 കൊല്ലം പിന്നെയും കഴിഞ്ഞിട്ടാണ്. 85-86-ലാണ് മാനുഷ്യ. പോയി വരികയായിരുന്നു. കുറച്ച് ആരോഗ്യ പ്രശ്നം കാരണം കുറച്ചു കാലം ഹോസ്റ്റലിൽ നിന്നും പോയി വരാൻ പറ്റാണ്ട് ബസ്സിൽ. പിന്നെ ആ സമയത്തുണ്ടായത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് തിയേറ്റർ. അതിൽ ഞാൻ സജീവമായിരുന്നു. ക്യാമ്പസ് തിയേറ്റർ. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്നു. കുറേ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു. ആ ട്രെയിനിങ്ങിന് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ പെരിന്തമണ്ണ കോളേജിൽ പഠിപ്പിച്ചിരുന്ന P. ഗംഗാധരൻ നാടകത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ആൾ, തിയേറ്റർ പേഴ്സണാണ്. അദ്ദേഹം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നു. അപ്പോൾ ഒരു ക്യാമ്പസ് തിയേറ്റർ ഉണ്ടാക്കണം എന്ന വലിയ മോഹം. അപ്പോൾ ശശിയൊക്കെയാണ് അന്ന് അവിടുത്തെ സ്റ്റുഡൻറ്റ്. തന്നെയല്ല യുവജനവേദിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ, വിപ്ലവ പാർട്ടി പ്രവർത്തനങ്ങൾ, ലിറ്റിൽ മാഗസിൻ പ്രവർത്തനങ്ങൾ, അങ്ങനെ വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് 78-ലൊക്കെ ഞാൻ ആ ക്യാമ്പസിലേക്ക് ചെല്ലുന്നത്. മനസ്സിലായില്ലേ? ആ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യാവുന്ന തനിയെ വന്നു ചേരുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു കുട്ടിയുടെ കൊലപാതകം കഴിഞ്ഞിട്ട് രണ്ട് പാർട്ടികൾ തമ്മിലുള്ളതിൽ കൊലപാതകം കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ആ സമയത്താണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടുള്ള വലിയൊരു പിക്ചർ നമുക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. അപ്പോഴാണ് ആദർശസുന്ദരമായ ഒരു വിപ്ലവം നടക്കുമെന്ന പ്രതീക്ഷയായിട്ട് ശശിയെ പോലുള്ളവന്മാർ വരുന്നത്. ഒരു സഞ്ചിയിൽ നിറയെ പുസ്തകം, ആരുമഷ മകൻ, ഒരു അല്ലലുമില്ലാതെ വളരുന്ന ചെക്കൻ, ദരിദ്രമായൊരു കുപ്പായും ദരിദ്രമായൊരു സഞ്ചി നിറയെ പുസ്തകങ്ങളും തൂക്കി വളരെ ഗൗരവത്തിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി വരും. കാണാൻ നല്ല കൗതുകമുള്ള പേഴ്സണാലിറ്റിയുള്ള കുട്ടി. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ നശിച്ചു പോകാണല്ലോ എന്നാണ് ടീച്ചേഴ്സിൻ്റെ മുഴുവൻ. നക്സലേറ്റ് അല്ലേ, ഇതിന് ജീവിതമില്ല, എപ്പോൾ കൊല ചെയ്യപ്പെടുന്ന അറിയില്ല, വിപ്ലവം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വിപ്ലവത്തിന് വേണ്ടി വരും, ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പൊ അതിനുവേണ്ടി നടക്കുന്ന ചെറുപ്പക്കാര്, അത് അമ്മയ്ക്ക് അച്ഛനും ഒരു മകൻ, ഒരു പെങ്ങൾ, ഒരു ആങ്ങളെ, ഒരു പെങ്ങൾ, രണ്ടും കണക്കാ, രണ്ടും നക്സലേറ്റുകളാ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തില് പെട്ടെന്ന് തന്നെ ഞാൻ അവരാൽ ആകർഷിക്കപ്പെട്ടു. മനസ്സിലായില്ല? ഞാൻ അവരുടെ ഭാഗമായി. എൻ്റെ നക്സലേറ്റ് ആവില്ല, അതിലെ ശരിയെ പറ്റിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലൊരു ഇടതുപക്ഷം കിടക്കുന്നുണ്ട്. പക്ഷെ ഇടതുപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ ആണല്ലോ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ശരി ഉണ്ട് എന്നുള്ളൊരു തോന്നല് ഈ പിള്ളേരോട് വലിയൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു അടുപ്പുണ്ടാക്കി. അവിടെയാണ് ക്യാമ്പസ് തിയേറ്റർ എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ ക്യാമ്പസ് തിയേറ്ററിൽ ഭയങ്കര സജീവമായി. കാരണം എൻ്റെ ഉള്ളില് അഭിനയിച്ചില്ല, എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ ഈ സംഭവങ്ങളൊക്കെ. കലയുണ്ട്, ഈ ആവിഷ്കാരത്തിന് വേണ്ടി പൂമലപ്പള്ളിയിൽ പോയതുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് ഡാൻസ് പാട്ടിനൊക്കെ വലിയ സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു തിയേറ്ററിൽ വരുമ്പോൾ സന്തോഷമല്ലേ? അതും വളരെ ടഫായ ചില കാര്യങ്ങൾ അവിടെ ചെയ്തത്. ക്യാമ്പസ് തിയേറ്ററിൽ രൂപീകരിച്ചിട്ട് ആദ്യം നാടകം ചെയ്തത്
മത്തവിലാസം എന്ന് പറയുന്ന സംസ്കൃത നാടകമായിരുന്നു. സംസ്കൃതത്തിൽ അത് ചെയ്തത്. ഓ ശരി. അപ്പോൾ നമുക്ക് കുറേ അതിൽ പഠിക്കാനുണ്ട്. സംസ്കൃത ഭാഷ എന്താണ്, അല്ല കുറച്ചറിയുമെങ്കിലും അതിൻ്റെ റെൻഡറിങ്, അതിനൊന്നും ഒരു മാതൃകയില്ല, മോഡലില്ല. എങ്ങനെ സംസ്കൃതം പറഞ്ഞിരുന്നത് എന്നുള്ളത് നമ്മൾ റേഡിയോയിൽ കേൾക്കുന്ന ഷോ എന്താ മാത്രമേ ഉള്ളൂ തെളിവ്. അത് അങ്ങനെ പറഞ്ഞതാവില്ല, അതാവില്ലല്ലോ ഉച്ചാരണം എന്ന് പറയുന്നത്, അല്ലെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം അത് നമ്മൾ നിർമ്മിച്ച് സ്റ്റൈലൈസേഷൻ കൊണ്ടുവന്നു, അതാവാലോ തിയേറ്ററിലാവുമ്പോൾ. അപ്പം അത് ഭയങ്കര ഹരായി എല്ലാവർക്കും. അപ്പോൾ മത്തവിലാസത്തിൽ ശശിയായിരുന്നു, മോഹനൻ ശശി ഉണ്ടായിരുന്നു. ശശിക്ക് അതിൽ ഭ്രാന്തൻ്റെ റോളായിരുന്നു. പിന്നെ മോഹനൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യ ഉണ്ടായിരുന്നു, അവൻ ശാന്തി നികേതനത്തിലാണ് പിന്നെ പോയത്. പി ഗീതയുടെ ഹസ്ബൻഡായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നല്ല കുട്ടികൾ, അടിപൊളി കുട്ടികൾ. പിന്നെ കുറച്ച് ടീച്ചേഴ്സ്, പി ഗംഗാധരൻ, രാമൻകുട്ടി മാഷ്, ദേശമംഗല രാമകൃഷ്ണൻ, പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, PG പോലോ സാറ്, അവരുടെ ഭാര്യമാരെല്ലാവരും, ശ്രീകുമാരി ടീച്ചർ, സരള ടീച്ചർ, ദേശമംഗലത്തിൻ്റെ ഭാര്യ ശ്രീകുമാരി, പിന്നെ പൗലോ സാറിൻ്റെ ഭാര്യ സരള, അങ്ങനെ ഞങ്ങൾ വലിയൊരു ടീം അവിടെ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. പിന്നെ പി ഗംഗാധരൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ ഗീത സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. ആ കുട്ടി നർത്തകിയാണ്. അവർ വന്ന് ചേർന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഭയങ്കര ടീം എന്ന് പറഞ്ഞാൽ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, കോളേജ് വിട്ടാലല്ലേ കളിക്കാൻ പറ്റുള്ളൂ, തിയേറ്റർ കിട്ടണ്ടേ, അപ്പോൾ ഓഡിറ്റോറിയം കിട്ടണ്ടേ. അത് കഴിഞ്ഞ് രാത്രി വരെ അവിടെ റിഹേഴ്സലുകളും പരിശീലനങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. 2 സംസ്കൃത നാടകങ്ങൾ ചെയ്തു, കർണഭാരം അതേപോലെ മത്തവിലാസം. 2ഉം ഗംഭീര നാടകങ്ങളായിരുന്നു. ഈ ഗംഗാധരൻ മടിയനായ കാരണം കൊണ്ട് പിന്നെ അത് മുന്നോട്ട് പോയില്ല. ഭയങ്കര മടിയനാണ്. ഇപ്പോഴും അയാൾക്ക് എന്ത് സാധ്യതയാണെന്നറിയോ, നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്, പക്ഷെ മടിയാണ്. പിന്നെ വേറൊന്ന് ചെയ്തത് മേരി ഫെറാർ, സച്ചിദാനന്ദ മാഷ കവിതയെ ആധാരമാക്കിയിട്ട് ബൃഹത്തിൻ്റെ ഒരെണ്ണം, അതിൽ സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തു, ഒക്കെ യൂണിവേഴ്സിറ്റി പ്രൈസൊക്കെ കിട്ടി. അങ്ങനെ കുറേ. പിന്നെ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചില കൊച്ചു നാടക പീസുകളൊക്കെ എഴുതുന്നുണ്ടായി. അതൊക്കെ കുട്ടികൾ ഈ മണ്ണാർക്കാട് കോളേജിലും അവിടെ ഇവിടെയൊക്കെ പിന്നെ അവതരിപ്പിക്കും. അങ്ങനെ തിയേറ്റർ പ്രവർത്തനങ്ങളാണ് ആദ്യം അവിടെ ഒരു പൊതു എന്ന് പറയാവുന്ന അതിലുണ്ടായത്. ഈ സാഹിത്യ അന്തരീക്ഷവും അതേപോലെ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കാലമാണല്ലോ, രാഷ്ട്രീയ അന്തരീക്ഷം. അത് 70-കൾ എന്ന് പറയുന്നത്, 70-കൾ 80-കൾ എന്ന് പറയുന്നത് കലുഷിതമായിട്ടുള്ള അല്ലെ. എഴുത്തുകാരുടെ ഒരു വലിയ, ഇപ്പം മാധവിക്കുട്ടി, MT മേതില്, OV വിജയൻ, NS മാധവൻ, VK എന്നൊക്കെ പറയുന്ന ഒരു വലിയ പ്രമുഖരുടെ നേരെ ഇങ്ങനെ പ്രവർത്തനം. സാഹിത്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന, ഇന്ന് അത്രയ്ക്കും ആ രീതിയിലാണോ ആളുകൾ സാഹിത്യത്തെ കാണുന്നത് എന്നുള്ളത് പോലും ഒരിക്കലും അല്ല. കാരണം പട്ടാമ്പി കോളേജിലെ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേക്ക് കുട്ടികളുടെ കവിതാ പാരായണങ്ങളാണ്. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു ഒന്നില്ലേ എന്ന് ചോദിച്ച് അലറുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ക്യാമ്പസിനകത്ത്. പിന്നെ പാലമരച്ചോട്ടിലും അവിടെ ഇവിടെയൊക്കെ സാഹിത്യ ചർച്ചകൾ, രാഷ്ട്രീയ സംവാദങ്ങൾ, പിന്നെ വലിയ പ്രതീക്ഷ, വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, അങ്ങനെയുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ കാലമായിരുന്നു അത്. ഇപ്പോൾ 70-കളോടുകൂടി നക്സലിസം അതിൻ്റെ അവസാന ദശയിലേക്ക് പോവുകയാണ്. പക്ഷെ അതിൽ നിരാശാഭരിതരായിരുന്നില്ല പിള്ളേർക്ക്. അതിൽ നിരാശയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, വലിയ നിരാശയുള്ളപ്പോഴും പ്രതീക്ഷ എന്നുള്ളത്, പ്രതീക്ഷ നശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പിന്നെ ഒരു ചിന്തയൊക്കെ ഉണ്ടായത്. ഈ പട്ടാമ്പി കോളേജിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഒരുപക്ഷെ മാനുഷ്യ അവിടെ സാധ്യമായത് അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ കേവലം പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന ഒരാൾ മാത്രമല്ല, ഒരു സോഷ്യൽ ബീയിങ് ആണ് എന്ന ഒരു ഉറച്ച ബോധ്യമുള്ള കുട്ടികളും, അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യം സ്വയം ചോദിക്കുന്ന കുറേ കുട്ടികളും, അതിനെ ഒരുപക്ഷെ വിപ്ലവ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനമൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. അന്തരീക്ഷം അത് സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പട്ടാമ്പിയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പാരമ്പര്യം അവിടെ ടീച്ചർ പഠിക്കും. ആറ്റൂർ മാഷൊക്കെ ഞാൻ പോരുമ്പോഴേക്കും പോകുന്നു. പക്ഷെ ആറ്റൂരിൻ്റെ കവിതകൾ, അതുപോലെ VP ശിവകുമാർ, ഞാൻ ചെല്ലുമ്പോൾ VP ശിവകുമാറൊക്കെ അവിടെ ഉണ്ട്, ദേശമംഗലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു, പിന്നെ പൊളിറ്റിക്കലാണ് ആ നാട്, നമുക്കറിയാലോ. ഇടതുപക്ഷത്തിൻ്റെ ഒരു ചെങ്കോട്ട എന്നൊന്നും പറഞ്ഞാൽ പോരാ, ചെങ്കോട്ട എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സ്ഥലം. അപ്പം അതിൻ്റെ അവബോധം, തിരിച്ചറിവ്. അപ്പം അതിനാൽ മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൻ്റെ പാരമ്പര്യം പട്ടാമ്പി കോളേജിനുണ്ടായിരുന്നു. അവിടെ അസംതൃപ്തരാണ് ഈ വിപ്ലവമായിട്ട്
പുതിയ വേറെ കൂടുതൽ ശരിയായ ഒരു ഇടതുപക്ഷം നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇത് രണ്ടും നമുക്ക് എന്താ പറയുക, ഒന്നൊന്നിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് കാണേണ്ടതുണ്ട്. അല്ലാതെ കണ്ട് ഒന്നൊന്നിൻ്റെ ശത്രുവായിട്ട് ഈ പരമ്പരാഗത കാഴ്ചപ്പാടിൽ കൂടെ അത് കണ്ടുകൂടാ. എങ്ങനെയാണ് പരമ്പരാഗത ഇടതുപക്ഷത്തു നിന്ന് ഒരു വിപ്ലവ ആഭിമുഖ്യം വരുന്നത് എന്നുള്ളത് അതിൻ്റെ തുടർച്ച തന്നെയാണ്. കൂടുതൽ ശരിയിലേക്ക് പോവുക എന്നുള്ളതും ജനാധിപത്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നാശം സംഭവിക്കാതിരിക്കാൻ ആ ഒരു തുടർച്ച വേണമായിരുന്നു. അതില്ലാതെ പോയതാണ് ശരിക്കും. പുറത്ത് ഈ സംവാദങ്ങൾ നടക്കുന്നുണ്ടാവില്ലേ, കെ വേണു അല്ലേ? പിന്നെ അങ്ങനെ ഒരു ഭയങ്കര ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. അതെ അതെ. പിന്നെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ലിറ്റിൽ മാഗസിൻസ് അതെല്ലാം തന്നെ പിന്നെ ആ ഒരു കാലമാണ്. പല ഭാഗത്തു നിന്ന്, തിരുവനന്തപുരത്തു നിന്നായാലും എല്ലായിടത്തു നിന്നും ലിറ്റിൽ മാഗസിൻസ് ഇറങ്ങുന്നു. പിന്നെ അതോടൊപ്പം സമാന്തര ധാരകൾ ഇഷ്ടംപോലെ ഉണ്ടാവുന്നു. ഫിലിം സൊസൈറ്റികൾ, സ്കൂൾ ഓഫ് ഡ്രാമ വരുന്നു, ഫിലിം സൊസൈറ്റി വരുന്നു. അപ്പോൾ വിദ്യാർത്ഥി കലാലയത്തിൽ നിന്ന് എന്ത് വരണം പുറത്തേക്ക് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ അവബോധം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. കലാലയത്തിൽ നിന്ന് എന്താണ് വേണ്ടത്? ആറ്റൂർ മാഷ് പറഞ്ഞ പോലെ കലാലയത്തിലേക്ക് 2 വഴികൾ, വായും മലദ്വാരവും പോലെ എന്നാണ് മാഷയുടെ കവിത. അപ്പോൾ കലാലയത്തിലേക്ക് എങ്ങനെയുള്ള കുട്ടികൾ പോകുന്നു, പുറത്തേക്ക് വരുന്നത് എങ്ങനെയുള്ള കുട്ടികളായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ സാമൂഹ്യ ബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ കലാലയങ്ങളെ കൈയടക്കിയതാണ് ഒരു പക്ഷേ വലിയ നഷ്ടം. അത് ചെന്ന് അവസാനിച്ചത് കലാലയത്തിൽ രാഷ്ട്രീയം നിരോധിക്കുക എന്ന് പറയുന്ന ഹിംസാത്മകമായ ഒരു പരിപാടിയിലാണ്. ഇപ്പം എന്തുകൊണ്ടാണ് കലാലയത്തിൽ നിന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടാത്തത്? ഇപ്പം നമ്മൾ പറയില്ലേ, അടുത്ത ദശകത്തിൽ കേരളം എങ്ങനെയാവണമെന്ന്, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയാവണമെന്ന് JNU തീരുമാനിക്കും എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. JNU തീരുമാനിക്കുമെന്നാണ്, മനസ്സിലായില്ലേ? അതങ്ങനെ തന്നെ ആയിരുന്നു താനും. ഇപ്പോൾ അതെല്ലാം അടിച്ചമർത്തി. ടീച്ചറിന്റെ ആ കാലഘട്ടത്തിൽ ടീച്ചറിന്റെ എഴുത്ത് രീതികൾ, എഴുത്തിനോടുള്ള സമീപനം എന്തായിരിക്കണം എന്നുള്ള ബോധത്തിൽ മാറ്റം സംഭവിക്കുന്നത് ആ കാലത്തിലാണോ? ഈ ആദ്യകാലത്ത് ഒരു പെണ്ണ് എഴുതുമ്പോൾ അവൾക്ക് കുറച്ച് വിഷയം ഉണ്ടാവുള്ളൂ. മാധവിക്കുട്ടി പറഞ്ഞ പോലെ ഹൃദയത്തിലേക്ക് കുഴിച്ചു പോകുന്ന വിഷയങ്ങളേ ഉള്ളൂ. മനസ്സിലായി, കിണർ കുഴിക്കലേ ഉള്ളൂ. ആ കിണർ കുഴിക്കുമ്പോൾ പിന്നെ വിവാഹം, കുടുംബം, വിവാഹബാഹ്യ ബന്ധങ്ങൾ, അതിൻ്റെ സംഘർഷങ്ങൾ, പ്രണയം, അടുക്കള, അത്രയേ ഉള്ളൂ. ഈ സബ്ജക്റ്റിലാണ് ആദ്യം എഴുതുക. ഞാൻ അതിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് മതം കൂടി എൻ്റെ ആദ്യകാല രചനകളിലേക്ക് മതത്തെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന ഒരു സംഗതി കൂടി കടന്നു വരുന്നുണ്ട്. ആദ്യകാലത്ത് എഴുതുമ്പോൾ സ്ത്രീ അകപ്പെട്ട ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ ആഖ്യാനം ചെയ്യുക എന്നുള്ളതാണ്. അസംതൃപ്തികളെ, ദുരന്തങ്ങളെ സൗമ്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല. അറ്റാക്ക് ചെയ്യാൻ പാടില്ലല്ലോ. വിഷമം, നമ്മുടെ ഉള്ളിൻ്റെ വിങ്ങല്, അതാണ് ആദ്യകാലത്തെ രചനകളിലൊക്കെ കാണുക. നിവൃത്തികേടുകൾ, ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കഥ ഞാൻ എഴുതിയിട്ടുള്ളത് വീർപ്പുമുട്ടിൽ സഹിക്കാൻ പറ്റാണ്ടാണ്. മനസ്സിലായില്ലേ? ഒരു ഉച്ചമയക്കത്തിൽ ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്തിട്ടും അവൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അവളുടെ മനസ്സ് ഇതാവുന്നില്ല. അപ്പോൾ അവൾ ഭർത്താവിൻ്റെ അടുത്ത് പോയി കിടന്നു, സെക്സ് ചെയ്തു, ശരിയാവുന്നില്ല. അവസാനം അവൾ ഇറങ്ങി പോവുകയാണ് വീട്ടിൽ നിന്ന്, ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഒരു ദേവിയെ കാണാൻ വേണ്ടിയിട്ട്. അതൊരു പ്രതിഷേധത്തിൻ്റെ ഒരു പോക്കാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആ വിങ്ങലുകളുടെ ആഖ്യാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഭൗതികമായ കുറേ സംഗതികൾ ചുറ്റിപ്പറ്റിയിട്ട് ഉണ്ടാകുന്ന ലളിതവൽക്കരണം എന്ന് പറയാവുന്നത്. പക്ഷേ ഒരുപക്ഷെ ഈ മാനുഷി എന്ന് പറയുന്നൊരു സംഘടനയുടെ രൂപീകരണവും ആ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള നമ്മുടെ അറിവുകളിലെ മാറ്റം, തിരിച്ചറിവുകൾ, ആ തിരിച്ചറിവുകളും നമ്മൾ സ്വയം പൊളിറ്റിക്കലാവലും ഒരു അടുത്ത ഘട്ടം കഥ എൻ്റെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിലേക്ക് വരുമ്പോൾ അത് ഒരു വലിയ രചനാപരമായിട്ടും ഭാഷാപരമായിട്ടും ആശയപരമായിട്ടും ശൈലിപരമായിട്ടൊക്കെയുള്ള വലിയ മാറ്റത്തിലേക്ക് അത് പോകുന്നുണ്ട്. പാപത്തറ വരുന്നതോടുകൂടിയിട്ടാണ്.